Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരി സന്തോഷത്തോടെയാണ് അച്ഛൻ നിങ്ങളോട് ആയിരിക്കുന്നത്. കാരണം ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ പല ബുധനാഴ്ചകളിൽ എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. പല തടസ്സങ്ങൾ. ഇവിടെ നമ്മുടെ ധാരാളം വൈദിക വിദ്യാർത്ഥികളുടെ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഒത്തിരി വൈദിക വിദ്യാർത്ഥികൾ ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി വരുകയാണ്. തിയോളജി പരീക്ഷകൾ, ഫിലോസഫിയുടെ പരീക്ഷകൾ, പിന്നെ അതുപോലെ അതിന് ചേർത്ത് താഴെയുള്ള ബാച്ചുകളുടെ പരീക്ഷകൾ. അപ്പോൾ അച്ഛനിപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അപ്പോൾ കുട്ടികളുടെയൊക്കെ വിഷമം ശരിക്കും മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ സ്കൂളിലെ പ്രിൻസിപ്പൾമാരെല്ലാം അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾ പറയും. അട്ടപ്പാടിയിലെ പല സ്കൂളിലെ കുട്ടികളുടെ പേരുകളെല്ലാം എഴുതി ഇവിടെ തന്നിരിക്കണം. അവർ എല്ലാ വർഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഈ ദിവസങ്ങളിൽ അച്ഛൻ കണ്ടുമുട്ടുമ്പോൾ എല്ലാവരും പാരൻസ് പറയുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചില മിടുമിടുക്കൻ കുട്ടികൾ അവർ ആദ്യ വെള്ളിയാഴ്ചകളിൽ നിന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്തിട്ട് പറഞ്ഞു, അച്ഛോ പ്രാർത്ഥനയെ ഓർക്കണേ, ഞങ്ങൾ പരീക്ഷ ദിവസങ്ങളിൽ അച്ഛൻ ഓർക്കണം. അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം പ്രത്യേകം ഓർക്കുന്നുണ്ട്, പ്രാർത്ഥനകളിൽ ഓർക്കുന്നുണ്ട്, കുർബാനകളിൽ ഓർക്കുന്നുണ്ട്. പിന്നെ സാബു ബ്രദറിൻ്റെ മനോഹരമായ ക്ലാസ്. സാബു ബ്രദറിന് ചെറുപ്പം തൊട്ട് കുട്ടികളുടെ ശുശ്രൂഷയോട് വലിയ താല്പര്യമാണ്. ഈ ഹോളി സ്പിരിറ്റ് ഈവനിങ്ങിൽ ഇന്ന് ഞാൻ വരണമെന്നും ഇതുപോലെ ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ സാംസണച്ചനും സാബു ബ്രദറിന് ഒരു നിർബന്ധം. പിന്നെ ബെനീറ്റാമ്മ, ഈ ബെനീറ്റാമരൊക്കെ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അവരെന്ത് അപ്പോൾ അവർ പിന്നെ PDM ബ്രദേഴ്സ് അവരെല്ലാം ഒരു ടീം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടി റൂഹമോണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റൂഹമോണ്ടിൽ നിന്നുള്ള ഈ ശുശ്രൂഷയുടെ ഓരോ പ്രാർത്ഥനകളിലും ഇവിടുത്തെ ബ്രദേഴ്സിൻ്റെ കഷ്ടപ്പാടുകളും പ്രാർത്ഥനകളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. പിന്നെ ഹോളി സ്പിരിറ്റ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സഭ ബ്രദറിൻ്റെ നേതൃത്വം വലിയൊരു ടീമുണ്ട്. ആ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനയുടെ ഒരു വലിയൊരു കോട്ട ഉയർത്തുന്ന ശുശ്രൂഷയാണ്. നല്ല സ്വരത്തിൽ എല്ലാവരും ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, 145 സങ്കീർത്തനത്തിൽ 14, 15, 16 തിരുലിഖിതങ്ങൾ വളരെ പ്രധാന. എല്ലാ കുട്ടികളും നല്ല ശ്രദ്ധിച്ച് നോക്കിക്കേ. 145 സങ്കീർത്തനത്തിൽ 14, 15, 16 തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു, എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു, അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു, അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിൻ്റെ ഒരുപാട് ഗുണഗണങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കർത്താവിന് പലതരത്തിലുള്ള ഗുണഗണങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ചില പ്രത്യേക കുട്ടികൾക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ ഒത്തിരി ധ്യാനിക്കേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട ചില ഗുണഗണങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ കർത്താവ് ഈ വചനത്തിലൂടെ പറഞ്ഞത്. എന്താന്ന് വായിച്ചു നോക്കിക്കേ. എല്ലാവരും ചേർന്ന് കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ടൊന്ന് വായിച്ചേ. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു. എൻ്റെ അർത്ഥം എന്താ? കർത്താവ് നമ്മുടെ പരീക്ഷകൾക്ക് ജയിക്കാൻ പറ്റാത്തവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, നിലം പരിശായി കിടക്കും. നിലം പറ്റിയവരെ, നിലം പരിശായവരുണ്ട്. നിലം പരിശായെന്ന് പറഞ്ഞാൽ എന്താ? നിലം പരിശായവർ, ഒന്നുമില്ല, വട്ടപ്പൂച്ചയായി പോയ ആളുകളുണ്ട്. അങ്ങനെ നിലം പരിശായ ചില കുട്ടികളെ എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ പറയുന്നതാണ്, അവർ സർവ്വവിധത്തിലും തരിപ്പണായി കിടക്കുകയാണ്. പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നിലം പരിശായവർ. അപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? അവർക്കും ജീവിതമുണ്ട്. അവർക്കും കർത്താവ് ഒരു സ്പേസ് കൊടുക്കുകയാണ്. കാര്യം ശരിയാണ്, ഉഴപ്പി, എല്ലാം തവിട് പൊടിയായി, നിലം പരിശായി. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുട്ടി, ദിലീപ് കുമാർ. അവൻ കുറച്ച് സീനിയറായ കുട്ടിയാണ്, CAക്ക് പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ CAക്ക് പഠിക്കുന്നൊരു കുട്ടി. അപ്പോൾ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞൊരു അനുഭവം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. എന്താണ് ദിലീപ് കുമാർ നിലം പരിശായ സമയത്ത് കർത്താവ് ദിലീപ് കുമാറിനോട് ചെയ്തത്? എൻ്റെ പേര് ദിലീപ് കുമാർ. ഞാൻ ആലുവയ്ക്ക് അടുത്ത് ചുണങ്ങമയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2016 +2 പാസ് ഔട്ടായി കഴിഞ്ഞിട്ട് നോട്ടിക്കൽ സയൻസിന് വേണ്ടിയാണ് ഞാൻ ആ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ നാൾ നടന്നത്. പക്ഷെ എനിക്ക് അതിൻ്റെ അഡ്മിഷൻ കിട്ടിയില്ല. പകരം എനിക്ക് അനസ്തേഷ്യ ടെക്നീഷ്യൻ കോഴ്സിനാണ് അഡ്മിഷൻ കിട്ടിയത്. ആദ്യം എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പഠിക്കാൻ ആഗ്രഹിച്ചത് മറ്റൊരു വിഷയമാണ്, പക്ഷേ അഡ്മിഷൻ കിട്ടിയത് വേറൊരു വിഷയം അല്ലേ? ഫസ്റ്റ് ഇയർ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. ഞാൻ കഷ്ടി പാസ്സായത്. പിന്നെ സെക്കൻഡ് ഇയർ കഴിയാറായപ്പോൾ എനിക്ക് കോഴ്സിനോട് ചെറിയ താല്പര്യമൊക്കെ വന്നു തുടങ്ങി.
പക്ഷെ അപ്പോഴേക്കും സമയം 2 വർഷം ഒട്ടും കഴിഞ്ഞു. പറ്റിയില്ലായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഒട്ടും പാസ്സാവുന്ന പോലെ എനിക്ക് ഒരു ഉറപ്പുണ്ടായില്ലായിരുന്നു. ആ സമയത്ത് ഒട്ടും സമയമില്ല. 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പഠിക്കാനും പറ്റുന്നില്ല, പഠിച്ചാൽ മനസ്സിലാകണമില്ല, പാസ്സാകാനും പറ്റുന്നില്ല, ഒരുപാട് വിഷയങ്ങൾ പരാജയപ്പെട്ട്. ആ സമയത്ത് ഞാൻ അഭിഷേകം അങ്ങ് ഞായറാഴ്ച ടി വിയിൽ കാണുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടു യൂട്യൂബിൽ. ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ചേട്ടൻ്റെ ജോലി അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് വേറൊരു ദിവസം അവിടെ തന്നെ വേറൊരു കമ്പനിയിൽ ജോലിക്ക് പോയി. ഇപ്പോൾ അവിടുത്തെ ഒരു അറബി ആ ചേട്ടനോട് സംസാരിക്കണ കണ്ടിട്ട് അവിടുത്തെ ഇന്റർവ്യൂ ആ ചേട്ടനെ പാസ് ഔട്ട് ആക്കി. അങ്ങനെ ആ ചേട്ടനോട് ജോലി കിട്ടി സാക്ഷ്യ ചേച്ചി പറയണ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വാശിയായി. ഞാനിവിടെ സാക്ഷ്യം പറയാം എന്നുള്ളൊരു വാശിയായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യയിൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ 100ഓളം സ്റ്റുഡൻസ് എഴുതിയായിരുന്നു എക്സാം. അതിൽ എനിക്ക് 9ാമത്തെ റാങ്കും കിട്ടി. ഞങ്ങളുടെ കേരളം മുഴുവനുള്ള അല്ലേ, ഓൾ ഇന്ത്യ ലെവലിൽ 9ാമത്തെ റാങ്ക് കൊടുത്ത് കർത്താവ്. ഞങ്ങളുടെ ഓൾ ഇന്ത്യ ഹോസ്പിറ്റൽ ഓൾ ഇന്ത്യ ലെവല്, കേരളത്തിലല്ല, ഓൾ ഇന്ത്യ ലെവലില് 9ാമത്തെ റാങ്ക് കൊടുത്ത് കർത്താവ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എനിക്ക് ഫസ്റ്റും കിട്ടി. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ടോപ്പർ ഞാനായിരുന്നു. ഇവരുടെ ഹോസ്പിറ്റലിൽ ഏറ്റവും ടോപ്പാക്കി കർത്താവ് ഉയർത്തി. ഏറ്റവും ടോപ്പ് മാർക്ക് ഇവരുടെ ഹോസ്പിറ്റലിൽ, ഓൾ ഇന്ത്യ ലെവലിൽ 9ാമത്തെ റാങ്ക്. ഓക്കെ, ഈ നിങ്ങൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ ചിന്തിച്ചു. അത്രയും വിഷമിച്ച് അപ്പോൾ ഒരു സാക്ഷ്യം കണ്ട സമയത്ത് യേശു ഒരു അറബി പോലെ യേശു വന്നിട്ട് അങ്ങോട്ട് തൊട്ടു. അപ്പോൾ ആ ഇൻ്റർവ്യൂ നടന്നവൾ എഴുന്നേറ്റ് വന്ന് ഇയാൾക്ക് അപ്പത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുത്തത്, ഇൻ്റർവ്യൂ നടത്താൻ അപ്പോയിൻമെൻറ്റ് കൊടുത്തത്. ആ സാക്ഷ്യം യൂട്യൂബിൽ ഈ മകനെ ഈശോ അടുക്കൾ അപ്പം തന്നെ പറഞ്ഞു ഈശോ ജീവിക്കും. അപ്പം നിനക്ക് തോന്നിയത് യേശു ജീവിക്കുന്നുണ്ട്, ആ യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കും, അങ്ങനെ തോന്നി അല്ലേ? ആ സാക്ഷ്യം കണ്ടപ്പോൾ നിനക്ക് എന്താ തോന്നിയത്? എനിക്ക് ഭയങ്കര എനർജി ആയിട്ട് തോന്നി പ്രാർത്ഥിക്കാനായിട്ട്. ഇത് ഇങ്ങനെ ജീവനുണ്ടെങ്കിൽ, ഇങ്ങനെ യേശു ഉണ്ടെങ്കിൽ ആ യേശുവിനോട് ഞാൻ പ്രാർത്ഥിക്കും, ആ യേശു എന്നെ ഉയർപ്പിക്കും, യേശു എന്നെ വിജയിപ്പിക്കുമെന്ന് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് തോന്നി. അന്ന് തൊട്ടാണ് കർത്താവേ എന്ന് പറഞ്ഞ് വിളിച്ച് പഠിക്കാൻ തുടങ്ങിയില്ലേ? പിന്നെ അടിക്കടിക്ക് വിജയം അല്ലേ? പെട്ടെന്ന് അവിടെ തന്നെ എനിക്ക് ജോലിയും കിട്ടി. നോക്കിയാൽ പഠിച്ചു, റാങ്കോടെ പാസ്സായി, ജോലിയും കിട്ടി. എല്ലാത്തിനും ഈശോടാ. അപ്പോൾ ഇങ്ങനെ വിഷമിച്ച് കടന്ന സ്ഥലത്ത് നിന്ന് ഈശോ കൈപിടിച്ച് ഉയർത്തിയ ആ ഒരു അത്ഭുത അനുഭവം, സ്നേഹ അനുഭവം ഓർത്തിട്ടാണ് കരച്ചിൽ വരുന്നത്. നിങ്ങളവിടെ കല്ലുപോലെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഹൃദയമൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കരച്ചിൽ വരും. എന്താണ് ഈശോ നിന്നെ സ്നേഹിച്ച സ്നേഹം കണ്ട നിനക്ക് സന്തോഷമാണോ? നിനക്ക് ഈശോയോട് സ്നേഹമുണ്ടോ? മൈക്കിൽ കൂടെ പറ. എനിക്ക് നല്ല സന്തോഷമുണ്ട്. യേശുവിന് വേണ്ടി അവിടെ സാക്ഷിയാകണം കേട്ടോ, യേശുവിന് വേണ്ടി സാക്ഷിയാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട് തളിർത്ത ബദാം വടിയെക്കുറിച്ച് പറഞ്ഞില്ലേ, അതേപോലെ കർത്താവ് താഴ്ന്നിരിക്കുന്ന മുഖങ്ങളെ ഉയർപ്പിച്ച് നല്ല നിലയിൽ നിർത്തും. നിലം പരിശായവരെ എഴുന്നേൽപ്പിക്കുന്നു. കർത്താവിനെ എല്ലാവരും ദൃഷ്ടി പതിക്കാൻ, അതായത് ജീവിതത്തിൽ വിജയിച്ചവർ കർത്താവിൻ്റെ കൂടെയുണ്ട്, ജീവിതത്തിൽ പരാജയപ്പെട്ടവരും, പഠിക്കാൻ പറ്റാത്തവർ, ഉഴപ്പി ദിവസങ്ങൾ കടന്നുപോയി, പിന്നെ തിരിച്ചു വരാനായിട്ട് നേരമില്ല, അങ്ങനത്തെ ഉള്ള അവസ്ഥകൾ എല്ലാവർക്കും കർത്താവ് സ്പേസ് കൊടുക്കുകയാണ്. എല്ലാവർക്കും കർത്താവിൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, പാപികളെ നിങ്ങൾ എന്നിടം വാരുங்கள், നിങ്ങൾ എന്നിടം വരിക, പിന്നെ രോഗികളെ നിങ്ങൾ വരിക, തകർന്നവർ വരിക, നിങ്ങൾ എൻ്റെ അരികിൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞില്ലേ. 145 സങ്കീർത്തനത്തിൽ 14, 15, 16 വാക്യങ്ങളൊന്നും ഇത് മുഴുവൻ നിങ്ങളങ്ങോട്ട് കാണാതെ പഠിച്ചോ. നിങ്ങൾക്കിതൊന്നൊരു ഈ പ്രാവശ്യം ഒരു കൃപയായിട്ട് നിങ്ങൾ മാറാൻ പോവുകയാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ അവിടെ നിന്ന് ശ്രദ്ധാപൂർവം കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. എല്ലാവരും കർത്താവെ അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം, ആ ഗ്രേസ് ടൈം, യഥാസമയം അങ്ങ് അവർക്ക് വേണ്ടത് കൊടുക്കുന്നു, ആഹാരം കൊടുക്കുന്നു, അവിടുന്ന് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു.
എന്നുവെച്ചത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നഴ്സിങ്ങിന് പഠിക്കുന്നവർ, MBBS പഠിക്കുന്നവർ, തിയോളജിക്ക് പഠിക്കുന്നവർ, ഫിലോസഫി പഠിക്കുന്നവർ, പിന്നെ വൈദികരാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പിന്നെ അതുപോലെ തന്നെ ഇസ്രായേലിൽ പോകാൻ വേണ്ടി ഒരുപാട് ഇൻ്റർവ്യൂവിനൊക്കെ ഒരുങ്ങാൻ ടെൻഷൻ പിടിച്ച് നിൽക്കുന്നവർ, IITയിൽ പഠിക്കുന്നവർ, യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരുങ്ങുന്നവർ, PSC ടെസ്റ്റുകൾക്ക് വേണ്ടി എല്ലാം തയ്യാറെടുത്ത് പലതവണ പരാജയപ്പെട്ട് ഇനി എനിക്ക് ജോലി കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർ, ജർമ്മൻ B2 എക്സാമിനൊക്കെ വേണ്ടി ഒരുങ്ങുന്നവർ, അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ മക്കൾ ഇവിടെ ഉണ്ട്. ഇസ്രായേലിൽ ഇരുന്ന് അമ്മമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ചങ്ക് കിടുങ്ങി പ്രാർത്ഥിക്കുന്ന അമ്മമാർ. അപ്പോൾ അവരുടെ വേദനകൾ ഇത് ഗൾഫ് രാജ്യങ്ങളിലും മറ്റനേക രാജ്യങ്ങളിലിരുന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ പേരൻസിനോടെല്ലാം പറയുകയാണ്, പേരൻസ് പ്ലീസ്, നിങ്ങൾ എവിടെയായാലും, ഇപ്പോൾ നിങ്ങൾ വിദേശത്തോ ഇസ്രായേലിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്തായാലും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടെ പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ ആ ഒരു ബോധത്തെ പ്രകാശിപ്പിക്കാൻ ദൈവത്തിന് പറ്റും, ഒരു കരുണ കാണിക്കാൻ ദൈവത്തിന് പറ്റും. ദൈവം കുഞ്ഞിനെ സഹായിക്കാൻ നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും വിലയുണ്ട്. കുട്ടികളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് വിലയുണ്ട്. വിദൂര രാജ്യങ്ങളിലിരുന്ന് വിദൂര സ്ഥലങ്ങളിലിരുന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്. ഇന്ന് ഇതിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കന്മാർ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം, അതിന് വില. ഞാൻ ഓർക്കട്ടെ, ഇസ്രായേലിൽ നിന്ന് ഒരമ്മ ഒരു ടെസ്റ്റിമണി പറഞ്ഞു. ആ അമ്മ പറയുകയാണ്, എൻ്റെ മോന് പഠിക്കാൻ വലിയ താല്പര്യം, ഒരു വലിയൊരു പ്രതിസന്ധിയിൽ എൻ്റെ മോൻ അകപ്പെട്ടു. ആ അമ്മ ഇസ്രായേലിൽ ഇരുന്ന് ഈ മോന് വേണ്ടി പ്രാർത്ഥിച്ചു, അഭിഷേകത്തിന് കണ്ട്. ഇപ്പോൾ അതിന് പകരം നിങ്ങളിപ്പോൾ ഹോളി സ്പിരിറ്റ് കണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ ശ്രദ്ധയപ്പെടുന്നുണ്ട്. നിങ്ങൾ അഭിഷേകത്തിനും കാണണം, ഹോളി സ്പിരിറ്റിനും കാണണം, രണ്ടും നിങ്ങൾക്ക് കൃപയാണ്. ഇതാ ഏദൻ തോട്ടത്തിൽ 2 നദികൾ പുറപ്പെട്ട മാതിരി അട്ടപ്പാടിയിൽ നിന്ന് 2 നദികൾ, യൂഫ്രട്ടീസും ടൈഗ്രീസൊക്കെ പുറപ്പെട്ട മാതിരിയാണ്. ഒന്ന് അഭിഷേകത്തിൻ്റെ ഒരു ചാല്, പിന്നെ ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ചാല്. എന്താണ് ഇസ്രായേലിലെ അമ്മയ്ക്ക് പറയാനുള്ളത്? ഞാൻ കൊറങ്ങാണ്ട് അടുത്തുള്ള മോൻപ്ലിയിൽ നിന്ന് വരുന്നു. ഇത് അമ്മയുടെ മോനാണ്. 10 വരെ 3-4 വർഷത്തിന് തോറ്റുപോയായിരുന്നു. ഇത് അമ്മയുടെ മോനാണ് പറയുന്നത്. ഓക്കെ, അമ്മ ഇസ്രായേലിലാണ്. അപ്പോൾ അമ്മ അവിടെ നേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ മോനെ എങ്ങനെ കർത്താവ് അനുഗ്രഹിച്ചു എന്ന് മോൻ അത്ര അനുഭവമായതുകൊണ്ട്, ടച്ചിങ് ആയതുകൊണ്ട് മോൻ വന്ന് സാക്ഷ്യം പറയാം. മോനെ നീ മിടുക്കനും. കണ്ടിന്യൂ 10ാം ക്ലാസ് വരെ എല്ലാ വർഷവും തന്നെ 3-4 വിഷയത്തിന് തോറ്റു പോകുന്ന പഠന കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. SLC പരീക്ഷ എടുക്കാറായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി ഇസ്രായേലിലായിരുന്നു. മമ്മി യൂട്യൂബിൽ കൂടെ അഭിഷേകാഗ്നി കാണുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഞായറാഴ്ച 8:30 അഭിഷേകാഗ്നി കാണാൻ പറഞ്ഞു. എനിക്ക് അധികം വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ കണ്ടു. ഞാൻ ആരാധനയുടെ സമയത്ത് ഈശോയോട് പറഞ്ഞു, എനിക്ക് 75% കിട്ടുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ശാസ്ത്രപ്പെടുത്തിക്കോളാം. ഇപ്പോഴും തോറ്റോണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഈ അഭിഷേകാഗ്നി കണ്ടപ്പോഴും വലിയ വിശ്വാസമൊന്നും അല്ലേ, ശരിക്കും അങ്ങനെ ഒരു പ്രാർത്ഥന അല്ലേ, ഒരു അത്ര വിശ്വാസമൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അല്ലേ. പിന്നെ കൊന്തയൊക്കെ ശരിക്കും അങ്ങോട്ട് ചെല്ലുന്നുള്ളൂ അല്ലേ, അങ്ങനെ ഒരു സാധാരണ ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെയായിരുന്നു. കുട്ടികളാകുമ്പോൾ അവരുടേതായ രീതിയുണ്ടല്ലോ, അങ്ങനെയായിരുന്നു. പക്ഷേ മമ്മി പറഞ്ഞനുസരിച്ച് ഇവ അഭിഷേകത്തിനെ കണ്ടു. ആരാധനയുടെ സമയം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ഒരു തോന്നിപ്പ് കൊടുത്തു. അപ്പോൾ പറഞ്ഞു 75% മാർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു. SLC പരീക്ഷ റിസൾട്ട് വന്നു. എനിക്ക് 55% വിജയിക്കാൻ. 75 ചോദിച്ചുള്ളൂ, 85% കൊടുത്ത്. അപ്പോൾ ശരിക്കും ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ ഇത്രയും നല്ലൊരു വിജയം അല്ലേ. എല്ലാ വർഷവും എപ്പോഴും തോറ്റ് ചീത്ത കേട്ടോണ്ടിരിക്കുന്ന ആളല്ലേ. SLC കേട്ട് കഴിഞ്ഞപ്പോഴല്ലേ എല്ലാവരുടെ നിന്ന് പൂച്ചുണ്ട്, സന്തോഷം അല്ലേ. നിനക്ക് സന്തോഷമായില്ലേ? നീ ഇനി അഭിഷേകത്തിനൊക്കെ കൂടി ഇനി നല്ല കുട്ടിയെ, കോളേജ് നല്ല കുട്ടിയാണ് കേട്ടോ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു. ഇതുപോലെ വിദ്യാർത്ഥിനികൾ പ്രാർത്ഥിക്കുമ്പം യേശു കേട്ട് അനുഗ്രഹിക്കും. കൈ ഉയർത്തി നിറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് മോനോട് പറഞ്ഞു, മോനെ നീ ഒരു തവണയെങ്കിലും നീ ഒന്ന് പ്രാർത്ഥിക്കണം. നിൻ്റെ ആ പഠനോപകരണങ്ങളൊക്കെ വെച്ചൊരു ആശീർവാദം സ്വീകരിക്കും. നീ വീട്ടിലിരുന്ന് യൂട്യൂബ് ചാനലിലാണെങ്കിലും കൂടണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവന് വീട്ടിലിരുന്ന് കൂടി. ദൈവം അനുഗ്രഹിച്ച്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് ചാനലിലാണ് നിങ്ങളിത് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നേരിട്ട് വരാൻ പറ്റാത്തൊരു സ്ഥിതി ആയതുകൊണ്ടാണ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പല രാജ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി ഒരുപാട് പേര് സൗത്ത് ആഫ്രിക്കയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് പേര് ഇസ്രായേലിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് പേര് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, പട്ടണങ്ങളിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും അച്ഛൻ പ്രത്യേകം ഓർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. +1 +2 വിദ്യാർത്ഥിനികൾ
വിദ്യാർത്ഥിനികളെയും 10ാം ക്ലാസ്സിൽ ഇന്നലെ വളരെ പരീക്ഷയൊക്കെ തുടങ്ങിയിട്ടുണ്ട് 10ാം ക്ലാസ്സിലുള്ളവരെയും അങ്ങനെ സ്റ്റേറ്റ് സിലബസ് ഉള്ളവരെയും പിന്നെ CBSE പഠിക്കുന്നതുകൊണ്ട് എല്ലാവരായി ICC-കാർ എല്ലാവരും ഓർക്കുന്നുണ്ട്. ഇന്ന് പ്രത്യേകം ഒന്ന് എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റെ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്കിരിക്കും. ഇപ്പം തന്നെ കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ നല്ലൊരു പ്രചോദനം വരുന്ന സമയമാണ്. ഇപ്പോൾ ഒരാഗ്രഹം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മ തരികയാണ്, എനിക്ക് പ്രാർത്ഥിക്കണം, കർത്താവിൻ്റെ കൃപ എൻ്റെ മേലുണ്ടാകണം. സഭപ്രവർത്തകർ പറഞ്ഞില്ലേ, കർത്താവ് കൃപ വർഷിക്കും. ദൈവകൃപ നമ്മളുടെ ബലഹീനതകളിൽ നമ്മളെ സഹായിക്കും. ഭയം, ഒരുപാട് ആങ്സൈറ്റി, ടെൻഷൻ, പാനിക് അറ്റാക്ക് വരുന്നവർ, ഈ പരീക്ഷ അടുത്ത് വരുന്ന രോഗങ്ങൾ വരുന്നവർ, അവരുടെ മേലെല്ലാം ഒരു അനോയിൻറ്റിങ് വന്ന് നിങ്ങൾ നിറയട്ടെ. ഒരു അനോയിൻറ്റിങ് നിറയുമ്പോൾ ഉണങ്ങിയ മരങ്ങൾ തളിർക്കുന്നത് പോലെ അത്ഭുതങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ സംഭവിക്കും. നല്ല സ്വരത്തിൽ ഒരുമിച്ച് എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയം വിശ്വാസത്തോടെ പ്രാർത്ഥന. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിൽക്കുക. ഓൾ സ്റ്റുഡൻസ് പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. പാരൻസ് എഴുന്നേറ്റ് വന്നു. ഇത് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഇപ്പോൾ ഈ കുട്ടികളുടെ മേൽ വളരെ വലിയ ശക്തമായൊരു അനോയിൻറ്റിങ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അനോയിൻറ്റിങ് ആയിട്ട് നിറയട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കൈകൾ ഉയർത്താം, ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 പരിശുദ്ധാത്മാവേ, 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 ശക്തിയോടെ കൈയടിച്ച് വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. നന്നായി കൈയടിച്ച് അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു വീഴും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അന്ത്യകാലത്ത് സർവ്വജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുക. അഗ്നിജ്വാല പടരും പോലെ ഭാഷകളാ തുടിക്കും. കൊടുക്കും പോലെ ശക്തി പകരും. കൈയടിച്ച് അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാ തുടിക്കും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമ്പോൾ. അഭിഷേകം, അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം.
കർത്താവിന്റെ അത്ഭുത ശക്തി നിറയട്ടെ. ക്ഷീണങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. തളർച്ച, മടുപ്പ്, നിരാശ, ഞാൻ പഠിച്ച ജയിക്കില്ലെന്ന ചിന്ത, അപകർഷത ബോധം, അധ്വാനിക്കാൻ താല്പര്യമില്ലായ്മ, കഠിനമായ അലസത യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ആരാധന ആരാധന ദുർബലമായ കരങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. ഓ ദൈവമേ, ഭയപ്പെട്ടിരിക്കുന്നവർ ധൈര്യം പ്രാപിക്കട്ടെ. ക്ഷീണങ്ങൾ മാറട്ടെ കർത്താവേ. രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് ശാരീരിക രോഗങ്ങളിൽ നിന്ന് അത്ഭുതം സൗഖ്യം സംഭവിക്കട്ടെ. ആരാധന ആരാധന ആരാധന. പഠിക്കാൻ പറ്റാതെ, ഏകാഗ്രത കിട്ടാതെ വിഷമിക്കുന്നവര്, കുടുംബത്തിലെ മദ്യപാനം, കുടുംബത്തിലെ കടബാധ്യത, കുടുംബത്തിലെ കുടുംബ വഴക്കുകൾ, കലഹങ്ങള്, രോഗങ്ങൾ, അപകടങ്ങൾ, പ്രശ്നങ്ങൾ, ഇവ തൊട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തവര്, പഠിക്കാൻ പറ്റാത്തവര്, ഏകാഗ്രത കിട്ടാത്തവര്, മക്കളുടെ കണ്ണുനീർ ഒപ്പണമേ, അവിടുന്ന് കൃപ നൽകണമേ. ആരാധന 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 ആരാധന. കർത്താവേ, രോഗികളായ കുഞ്ഞുങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവേ, രോഗികളായ എളിയ മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, പഠിക്കാൻ ആഗ്രഹമുണ്ട്, രോഗം കാരണം സാധിക്കുന്നില്ല, കൈ വിറയ്ക്കുന്നു, കയ്യിൽ ഒത്തിരി വിയർപ്പ് കാരണം എഴുതാൻ പറ്റുന്നില്ല. കർത്താവേ, ഇപ്പോൾ സൗഖ്യം നൽകണമേ. കൈകളും പഠനക്കാരും മേഖലകളെ കർത്താവേ. യേശുവേ ആരാധന ആരാധന കൂടെ പനി വരുന്നവരാ കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കുന്നു, വരുന്നവരിൽ നിന്ന് പനിയുടെ ആധിപത്യം നീക്കുന്നു. എപ്പോ പരീക്ഷ എഴുതിയാലും പരീക്ഷ കാര്യങ്ങൾ തോറ്റുപോകും എന്ന് കേൾക്കുന്നവര് ആ സ്വരം ആദ്യം മാറിപ്പോകട്ടെ. ആരാധന 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 ആരാധന. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നല്ല ഉണർവോടെ എല്ലാവരും ആയിരിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. നിങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഓരോ വചനത്തിലും ദൈവം നമുക്ക് ജീവനും ആത്മാവും പ്രദാനം ചെയ്യുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 63-ാമത്തെ തിരുലിഖിതം, അതായത് ഓരോ വചനവും ദൈവത്തിൻ്റെ ജീവനാണ്, ഓരോ വചനവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവാണ്. അത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലെല്ലാം തറഞ്ഞു കയറും. ദൈവത്തിൻ്റെ ജീവനാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. വായിച്ചു നോക്കിയ യോഹന്നാൻ 6:63. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഓക്കെ, എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് ദൈവത്തിൻ്റെ ഓരോ വാക്കും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വചനം നമ്മുടെ നമ്മുടെ അന്തരംഗത്തിൽ ആത്മാവും ജീവനുമായ വചനം നമ്മുടെ വേദന എന്താണോ അതിൽ ഒരത്ഭുതമായി രൂപാന്തരപ്പെടും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൊടും വെയിലിൽ ഇരിക്കുന്നവർക്ക് അത് തണലായി മാറും, രോഗമായിട്ടിരിക്കുന്നവർക്ക് അത് സൗഖ്യമായിട്ട് മാറും, വലിയ തരത്തിലുള്ള തകർച്ചയിലിരിക്കുന്നവർക്ക് രക്ഷയായിട്ട് മാറും, പഠിക്കാൻ പറ്റാത്ത ഭയമായിട്ടിരിക്കുന്നവർക്ക് ധൈര്യമായിട്ട് മാറും. ദൈവത്തിൻ്റെ ജീവനും ആത്മാവുമായ ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ഏത് അന്ധകാരത്തിലാണോ അതിനെ പ്രകാശിപ്പിക്കുന്ന ശക്തിയായി അത് അവിടെ രൂപാന്തരപ്പെടും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ ഇവിടെ നിങ്ങൾക്കായി പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനങ്ങളും അത് കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ആനന്ദവും ഉന്മേഷവും ജീവനും പ്രദാനം ചെയ്യാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും അയക്കുന്ന വചനങ്ങളാണ്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം നൽകുന്നൊരു ഗിഫ്റ്റാണത്. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 34-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം കർത്താവ് തന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം. അവിടെ മോശ പ്രവാചകനോട് ദൈവം പറയുന്നൊരു കാര്യമാണ്. എന്താ മോശ പ്രവാചകൻ പറയുകയാണ്, പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എൻ്റെ മുമ്പിൽ നീ സന്നിഹിതനാകണം. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങി പോകണം. നീ തയ്യാറായി, ഒന്നുകൂടെ വായിച്ചു നോക്കി, എന്താണത്? പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എൻ്റെ മുമ്പിൽ നീ സന്നിഹിതനാകണം. ഇത് കർത്താവിൻ്റെ ഒരു നിർദ്ദേശം മോശയ്ക്ക് കൊടുത്തതാണ്. കർത്താവ് മോശയോട് പറയുകയാണ്, നിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ എനിക്ക് പറ്റും. മോശേനെ പല കാര്യങ്ങളും, ദൈവജനത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങളും മോശേനെ പഠിപ്പിച്ചത് കർത്താവാണ്. അപ്പോൾ അതിനുവേണ്ടി കർത്താവ് പറയുകയാണ്, നീ എൻ്റെ അടുത്ത് നീ സന്നിഹിതനായി വരാം. അപ്പോൾ സൗബറ സൂചിപ്പിച്ചില്ലേ, കുറച്ച് നേരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞില്ലേ? മുഴുവൻ സമയമല്ല, നിങ്ങൾക്ക് പഠനത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് സമയം ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ സമയത്ത് ദൈവം നമ്മുടെ അന്തരംഗത്തിൽ ദൈവത്തിൻ്റെ കൃപകൾ നിക്ഷേപിക്കും. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സത്യത്തിൽ ഇങ്ങനെയുള്ള വിഷമത്തിലൂടെ കടന്നു പോകുന്നു എന്ന് കർത്താവ് തൊട്ടറിയുന്നുണ്ട്. നമുക്ക് ടെൻഷനാണ്, അല്ലെങ്കിൽ നമുക്ക് പഠിച്ചിട്ട് ഇപ്പോൾ നമുക്ക് ചിലർക്കാണെങ്കിൽ ചിലർ പറഞ്ഞ എന്താണ്, ചിലർ 1200 മാർക്ക് വാങ്ങാൻ പറ്റുന്ന കുട്ടികളുണ്ടാവും ഈ +2-നൊക്കെ. അവർക്ക് ചിലപ്പോൾ ഒരു മാർക്ക് കാര്യം കുറഞ്ഞു പോകണത് 100-ൽ 100 റാങ്കൊക്കെ വാങ്ങുന്ന കുട്ടികൾ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് വേണം. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായി മാറുള്ളൂ. ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് വരുമ്പം അതാണ് 127-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ തിരുലിഖിതം. നമ്മൾ പഠിച്ചു, നല്ല ടോപ്പ് ലെവലിലെ റാങ്ക് ഹോൾഡേഴ്സായ കുട്ടികൾ ഇതിനകത്തുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ സ്കൂൾ ഫസ്റ്റായിട്ട് പാസ്സായത്. ടീച്ചർമാരത് കേൾക്കുന്നുണ്ടാവും. എനിക്ക് സന്തോഷമാണ് പഠിക്കുന്നത്. എനിക്ക് സന്തോഷമാണ്. പഠിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. കാരണം എന്താ? പ്രഭാഷകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ 21-ാം വാക്യം എന്താ പറയണമെന്ന് അറിയാമോ? പ്രഭാഷകൻ 37:21. പഠിക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. എന്താ പ്രഭാഷകൻ 37:21 എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഒന്നിലും ജ്ഞാനമില്ലാത്തത് കൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിച്ചില്ല. അപ്പോൾ ഇച്ചിരി പഠിക്കുന്നവരൊക്കെ നല്ല കാര്യമാണ്, നന്നായിട്ട് പഠിക്കണം. പഠിക്കുന്നത് കർത്താവിന് ഇഷ്ടമാണ്. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനകത്ത് റാങ്ക് പഠിക്കുന്നവരുണ്ട്, നല്ല ലെവലിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, നല്ല എൻട്രൻസിന് വേണ്ടി ഒരുങ്ങുന്നവർ, നല്ല ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരുങ്ങുന്നവർ, നല്ല ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, PSC ടെസ്റ്റിന് വേണ്ടി ഒരുങ്ങുന്നവർ, IIT-യിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, പിന്നെ MBBS-ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ. കർത്താവിന് നിങ്ങൾ ഇഷ്ടമാണ്. കാരണം നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് ഒരു ജ്ഞാനമുണ്ടല്ലോ. ജ്ഞാനം ഉണ്ടെങ്കിൽ ദൈവം പിന്നെ അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനങ്ങനെ ചിന്തിച്ചു. ഞാനപ്പോൾ നന്നായിട്ട് നല്ല ലെവലിൽ സ്കൂൾ ഫസ്റ്റായിട്ടൊക്കെ പാസ്സാകുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞിങ്ങനെയാണ്, എന്തൊക്കെ ചെയ്താലും ശരി പ്രാർത്ഥനയ്ക്കുള്ള സമയങ്ങൾ കൊടുക്കുക, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുക. 127-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വാക്യത്തിൽ അതാണ് പറയണത്. എന്താ പറയണത്? നമ്മൾ ഹൈ ലെവലിൽ പഠിക്കുന്നവരാണ്, നല്ല ടോപ്പാണ്, എല്ലാം ശരിയാണ്. ആ കൃത്യ ദിവസം ഒരു ചെറിയൊരു പനി വന്നാൽ മതി, എല്ലാം തവിട്ട് പൊടിയാകും. ഇല്ല, കൈ നീര് വന്ന് വീർത്താൽ മതി, കൈ കൊണ്ട് പിന്നെ എഴുതാൻ പറ്റിയല്ല. എന്താ വായിച്ചു നോക്കിയാൽ, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. വ്യർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് വെയിൻ. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മക്കൾ എന്ത് ചെയ്യണം? അവർ നന്നായിട്ട് അധ്വാനിക്കണം. അതിനുശേഷം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കണം. മോശയോട് പറഞ്ഞു, എൻ്റെ പ്രഭാതം എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അതേപോലെ എല്ലാവരെയും വിളിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വാ, നിങ്ങളുടെ ബലഹീനത ഞാൻ സഹായിക്കാം, നിങ്ങളുടെ സങ്കടത്തിൽ ഞാൻ സഹായിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, 3 വർഷമായിട്ട് പ്രൊമോഷനില്ല, ഡിൻഡോ. അപ്പോഴത്തേക്കും ഭാര്യ അവസാനം ഈ ഡിൻഡോയ്ക്ക് ഒരു എത്തും പിടി കിട്ടുന്നില്ല. ഇരുട്ട്, നിരാശ, വിഷമം. നല്ല കഴിവുണ്ട്, നല്ല മിടുക്കനാണ്, നല്ല ക്വാളിഫിക്കേഷനുണ്ട്, നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു പ്രൊമോഷനും ഇല്ല ജോലിയിൽ. അപ്പോൾ എന്ത് ചെയ്തു? ഭാര്യ പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യും ചേട്ടാ, നമ്മൾ ഇത്രയും അധ്വാനിച്ചതല്ലേ, ഇതിന് നമ്മളെ ആ സ്ലീഹന്മാർ രാത്രി മുഴുവൻ വലയിട്ടിട്ടൊന്നും കിട്ടിയില്ലല്ലോ. അവസാനം രാവിലെ ഈശോ പറഞ്ഞു, ആ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടാൻ പറഞ്ഞു, വലയിട്ട് വല നിറച്ച് മീൻ കിട്ടിയില്ലേ. അതുപോലെ ചേട്ടൻ അട്ടപ്പാടി ഒന്ന് പോയി ആ അട്ടപ്പാടിയിലെ പ്രാർത്ഥന ഒന്ന് കൂടാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റാത്തതാണ് ഹോളി സ്പിരിറ്റ് ഈവനിങ് വഴി ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ചേട്ടൻ ആ ഭാര്യയുടെ വാക്ക് കേട്ട് വന്നു. എന്താ ഡിൻഡോയ്ക്ക് പറയാനുള്ളത്? ഓക്കെ, എൻ്റെ പേര് ഡിൻഡോ ജെയിംസ്. ഞാൻ തെന്നത്തൂർ ഇടവകയാണ്. വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഇവിടെ കേരളത്തിൽ എവിടെയാ? കേരളത്തിൽ തൊടുപുഴയാണ്. തൊടുപുഴ. പറഞ്ഞു.
ഞാൻ ബാംഗ്ലൂർ കൺവെൻഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞാനും വൈഫും. കഴിഞ്ഞ മാസം 12-ാം തീയതി വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയ്ക്ക് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കൗൺസിലിംഗ്. കഴിഞ്ഞ മാസം, അതായത് ജൂലൈ മാസം അല്ലേ? ആ, ജൂലൈ മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച വളരെ വലിയ ആ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഒരു 3 വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ഭയങ്കര തണുത്ത പ്രതികരണമാണ് തരാറുള്ളത്. ഈ വർഷവും ചോദിച്ചു, അപ്പോൾ അവർ പറഞ്ഞു തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആകെപ്പാടെ വിഷമമായി. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ഇവിടെ അട്ടപ്പാടിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെള്ളിയാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ജൂലൈയിലെ എന്ന് പറഞ്ഞാൽ 2019 ജൂലൈ മാസത്തിൽ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഈ ഒരു ദുഃഖഭാരത്തോടുകൂടെ ഇവിടെ വന്ന് ഈ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് ഇവിടുന്ന് കോയമ്പത്തൂർക്കുള്ള ബസ്സിലിരിക്കുമ്പോഴാണ് എനിക്ക് ഇന്റർവ്യൂവിന്റെ കോൾ ലെറ്റർ വരുന്നത്. അവിടെ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തന്നെ അടുത്തൊരു വിളി. എന്നിട്ട് പിറ്റേ ദിവസം 11:30-ക്കാണ്. അപ്പോൾ എനിക്ക് പഠിക്കാനൊന്നും പ്രിപ്പയർ ചെയ്യാനൊന്നും ടൈമില്ല. എന്തായാലും ചെന്ന് അറ്റൻഡ് ചെയ്തു. അവിടെ വലിയൊരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഞാൻ ചോദിച്ച സാലറിയിൽ എനിക്ക് ജോലി തന്നു. ചോദിച്ച സാലറിയിൽ നല്ലൊരു പോസ്റ്റിംഗ്. യേശുവെ നന്ദി, യേശുവെ. ഇവിടെ വന്ന് കരഞ്ഞ് അതിനു മുമ്പ് ഒത്തിരി കാലമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? അതെ, കുറേ കാലമായി ഒരു പ്രൊമോഷനും ഇല്ല, ഒന്നുമില്ല, ശമ്പളവും ഇല്ല, ഒന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ ഒരുപാട് മാനസികമായി ഡൗണായി, ഒരു വിഷമായി. അപ്പോഴാണ് വൈഫ് പറഞ്ഞ് വിഷമിക്കണ്ട, അട്ടപ്പാടിയിൽ അവിടെ പോയി നമുക്ക് പ്രാർത്ഥിക്കണം, അവിടെ പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ നിലവിളി കേൾക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കഴിഞ്ഞ മാസത്തിലെ ആ രണ്ടാമത്തെ വെള്ളിയാഴ്ച വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് കോയമ്പത്തൂർക്ക് ബസ്സിലിരിക്കുമ്പോൾ ഇന്റർവ്യൂവിന് കോൾ വരികയാണ്. പിറ്റേ ദിവസം ശനിയാഴ്ച പോയി അറ്റൻഡ് ചെയ്തു. ചോദിച്ച അതേ ശമ്പളത്തിൽ ഉയർന്ന പോസ്റ്റിംഗ്, നല്ല പോസ്റ്റ് വരുന്നത്. പവർ. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഹല്ലേലൂയ. പവർ 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 പവർ. ഉറക്കെ പറഞ്ഞേ പവർ പവർ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ ഈ കുട്ടികളൊക്കെ ഉഷാറില്ലല്ലോ, തീരെ ഡിമ്മായി പോയല്ലോ. അത് വീടുകളിലെ കുട്ടികൾ ഉഷാറായപ്പോൾ അച്ഛൻ്റെ കൂടെയുള്ള കുട്ടികൾ ഡിമ്മായി പോയത് എന്ത് പറ്റിയ? പവർ പവർ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സാബുറത്ത് വന്ന സംഗതി ജീവനാവും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം കണ്ടോ? ആ മനുഷ്യൻ 3 വർഷം ഇഞ്ചോടിഞ്ച് അവിടെ കടന്നു, ഒരടി മുന്നോട്ട് നീങ്ങണില്ല. ശമ്പളത്തിലും പ്രൊമോഷനിലും ഒന്ന്, ജോലിയിൽ നല്ല മിടുക്കനാണ്, നല്ല കഴിവുണ്ട്, നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്, ക്വാളിഫൈഡാണ്, എല്ലാം ബെസ്റ്റ് 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 ബെസ്റ്റ്. എന്താ കാര്യം? അതാണ് ഹോസിയ 14-ാം അധ്യായത്തിൽ 8-9 തിരുലിഖിതങ്ങൾ. ഹോസിയ 14-ാം അധ്യായം 8-9 തിരുലിഖിതങ്ങൾ. എന്താ പറയണത്? എഫ്രായീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരാണ്, നമ്മുടെ പേരാണ്. ഇപ്പോൾ സാംസണച്ചാ എന്ന് പറഞ്ഞാൽ സാംസൺ നമ്മുടെ കൂടെ ഉണ്ടത്. ഈ ഫുൾ സാംസൺ ദ ഹോൾ ഡേ കുരിശിൻ്റെ വഴി പരിപാടിയൊക്കെ ആയിട്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റൂഹാമോണ്ടിൽ കൂടെ നടക്കുന്നുണ്ട്. ഞാനത് കണ്ട്. പ്രൈസ് ദി ലോർഡ്. സീക്രട്ടായിട്ട് ചെയ്യുന്നതാണ്, ഞാനത് സീക്രട്ടായിട്ട് കണ്ട്. അച്ഛനത് നിങ്ങൾക്ക് വേണ്ടി കുരിശിൻ്റെ വഴി ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിനിറ്റാമ അതുപോലെ വേറൊരു മൂലയിരുന്ന് വിനിറ്റാമ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. ഓരോ അത് പാട്ട് പാടുന്ന ബ്രദർമാർ, സിനു ബ്രദർ, സാബു ബ്രദർ, ഒരുപാട് പേരാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കർത്താവ് പറയുകയാണ് എഫ്രായീം എന്ന് വിളിക്കുകയാണ്. എഫ്രായീം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ നമ്മൾ ഓരോരുത്തരെയും വിളിക്കുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ വിളിക്കുകയാണ്, ഓ ഡിൻഡോ, ഓ പിന്നെ എന്താ ബിൻഡോ, ഓ ഡിൻഗു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ പറയണത്? നിനക്ക് ഉത്തരമരുളുന്നതും നിന്നെ സംരക്ഷിക്കുന്നതും ഞാനാണ്. നിനക്ക് പ്രൊമോഷൻ തരുന്നത്, നിനക്ക് നല്ല ബുദ്ധി തരുന്നത്, നിൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്, നിനക്ക് ഉത്തരമരുളുന്നത് ഞാനാണ്. നിന്നെ സംരക്ഷിക്കുന്നത് ഞാനാണ്, നിന്നെ കൈക്ക് പിടിക്കുന്നത് ഞാനാണ്. കർത്താവ് വെളിപ്പെടുത്തുകയാണ്. നിത്യഹരിതമായ സരള മരം പോലെയാണ് ഞാൻ, നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ഓ എഫ്രായീം, നിനക്ക് ഫലം തരുന്നത് ഞാനാണ്. ജ്ഞാനമുള്ളവൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നത്. ജ്ഞാനമുള്ളവൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ, വിവേകമുള്ളവൻ ഈ കാര്യങ്ങൾ ഗ്രഹിക്കട്ടെ. അൺസ്പിരിച്വൽ ആയൊരു മനുഷ്യത് മനസ്സിലാവില്ല. Only those who have the anointing of the Holy Spirit will understand what is this. ജ്ഞാനമുള്ളവൻ ഈ കാര്യങ്ങൾ ഗ്രഹിക്കട്ടെ, വിവേകമുള്ളവൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. കർത്താവിൻ്റെ വഴികൾ അവർക്കെല്ലാം ഋജുവാണ്, നേരെയാണ്. കർത്താവിൻ്റെ വഴികൾ അവർക്ക് ഋജുവാണ്. നീതിമാന്മാർ അതിലൂടെ ചരിക്കുന്നു.
പാപികൾ അവിടെ കാലിടറി വീഴുന്നു. എന്തായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമാണ് അധ്വാനത്തിന് റിസൾട്ട് തരുന്നത്. ദൈവമാണ് സർവ്വത്തിൻ്റെയും അധിപതി. ദൈവമാണ് വിജയം നൽകുന്നത്. ദൈവമാണ് ഫലം തരുന്നത്. ദൈവമാണ് വിജയിപ്പിക്കുന്നത്. ദൈവമാണ് വീട് പണി പൂർത്തീകരിക്കുന്നത്. ദൈവമാണ് ചികിത്സ ഒരു ലക്ഷ്യത്തിലെത്തിക്കുന്നത്. ദൈവമാണ് അധ്വാനം ഒരു ഫലത്തിലെത്തിക്കുന്നത്. ഇത് ഞാൻ നിങ്ങൾ ഹൃദയം കൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കാരണന്മാർ പറയണത്, മക്കളെ തലമറന്ന് എണ്ണ തേക്കരുത്. നമ്മളിങ്ങനെ നിഷേധിത്തരവും താൻ തോന്നിത്തരവും തന്മാടിത്തരവും എന്ന് പറഞ്ഞ് നടക്കരുത്. ദൈവഭയത്തോടെ ദൈവമേ എനിക്ക് അങ്ങനെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നമ്മളെ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തോട് നമ്മൾ മല്ലടിച്ച് നിൽക്കരുത്. പ്രാർത്ഥനയിൽ നിന്ന് അകന്ന് പോകരുത്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവമേ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം എന്താ, കർത്താവ് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പറയണം. 75-ാം സങ്കീർത്തനത്തിൽ 4-ാമത്തെ തിരുലിഖിതം 75-ാം സങ്കീർത്തനം 4-ാമത്തെ തിരു പറയാണ്, നീ വമ്പ് പറയരുത്, നീ അഹങ്കാരം പറയരുത്, നീ നിൻ്റെ കൊമ്പ് ഉയർത്തരുത്, നീ ദൈവത്തോട് നീ മല്ലടിക്കാൻ വേണ്ടി നീ പോകരുത്. 5-6 വാക്യങ്ങൾ, അത് 4 തൊട്ട് 7 വരെ വാക്യങ്ങളെല്ലാം ഇത് തന്നെയാണ് പറയണത്. സങ്കീർത്തനം 75-ാം അധ്യായം 4 തൊട്ട് 7 വരെ വാക്യങ്ങൾ. വമ്പ് പറയരുത് എന്ന് അഹങ്കാരികളോടും കൊമ്പ് ഉയർത്തരുത് എന്ന് ദുഷ്ടരോട് ഞാൻ പറയുന്നു. ആകാശത്തിനെതിരെ നീ കൊമ്പ് ഉയർത്തരുത്. ഗർവോടെ സംസാരിക്കുകയും അരുത്. കിഴക്ക് നിന്നോ പടിഞ്ഞാറുന്നോ മരുഭൂമിയിൽ നിന്നല്ല ഉയർച്ച വരുന്നത്. സാബുബ്രദറിൻ്റെ ടോക്കിൽ സൂചിപ്പിച്ച വചനങ്ങൾ ബാക്കി നിങ്ങൾ ഓർക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇടുക്കിയിൽ നിന്ന് ഷോൺ എന്ന് പറഞ്ഞ സഹോദരൻ ഒരു അനുഭവം പറയുണ്ടായി. ഷോൺ ഒക്കെ ഇവരെല്ലാം ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഉള്ളവരാണ്. അവനെന്താ പറയുക, അവൻ പറയണം അവൻ്റെ ജീവിതത്തിൽ അവന് ദൈവത്തിൽ ആശ്രയിച്ചു. അവന് ഒരു മുന്നോട്ട് പോകാൻ വഴിയില്ലാതായി. എല്ലാ വഴികളും അടഞ്ഞു. എല്ലാ തരത്തിലും പ്രതീക്ഷ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അവൻ്റെ മാതാപിതാക്കന്മാർ അവന് ദൈവഭക്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ എൻ്റെ ലോകത്തിൽ എൻ്റെ വഴികളൊക്കെ അടഞ്ഞതുപോലെ ആണെങ്കിൽ ഞാൻ നിരാശപ്പെടില്ല. ഞാൻ എൻ്റെ ജീവിതം ഇവിടെ കൊണ്ട് തീരില്ല. ഞാനിവിടെ ദുഃഖിച്ചിരിക്കില്ല. ഞാനിവിടെ തകർന്നിരിക്കില്ല. ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകും. ദൈവം എന്നെ നോക്കും. ദൈവം എന്നെ കാര്യത്തിൽ ഇടപെടും. എനിക്ക് ദൈവമുണ്ട് എന്ന് ആ ഷോൺ പറഞ്ഞു. ഷോണിൻ്റെ അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷോൺ. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഷോൺ ഇടുക്കിയിൽ നിന്ന്. ഞാൻ 2015 എൻ്റെ +2 പഠനം പൂർത്തിയാക്കിയതാണ്. എൻ്റെ എക്സാമിൽ എനിക്ക് ഏറ്റവും ടഫുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. അപ്പം മാത്സ് എക്സാമിൻ്റെ അതിനു മുമ്പ് നടത്തിയ മോഡൽ എക്സാമിലൊന്നും നല്ല മാർക്ക് കിട്ടാത്തതുകൊണ്ട് ടീച്ചേഴ്സ് പറഞ്ഞു, നീ ഇനി എക്സാം എഴുതാതിരിക്കുന്നത് തന്നെ നല്ലതെന്ന് അന്ന് ടീച്ചേഴ്സ് പറഞ്ഞു. ഈ കുട്ടികളുടെ മൊത്തം കാര്യം ടീച്ചർമാർക്ക് അറിയാം. അതുകൊണ്ട് ടീച്ചർമാർ എന്താ പറഞ്ഞത്, എൻ്റെ കുട്ടിയെ നീ ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് നീ ഇങ്ങനത്തെ പരീക്ഷ പോലുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. അങ്ങനെ പറയാൻ മാത്രം ടീച്ചർമാർക്ക് ഉള്ള ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു. അന്നേരം ഞാനിത് വിളിച്ച് എൻ്റെ മമ്മിയോട് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, നീ ടീച്ചറിനോട് പറഞ്ഞു, റിസൾട്ട് എന്തായാലും ജയിച്ചാലും ശരി തോറ്റാലും ശരി നീ എന്തായാലും എക്സാം എഴുതുമെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ഞാനത് കുട്ടി ഒരു നല്ല കുട്ടി എല്ലാ കാര്യം മമ്മിയോട് പറയും. അപ്പം മമ്മി എന്ത് പറഞ്ഞു, മമ്മി പറഞ്ഞു, നീ ജയിക്കോ തോക്കതെന്ന് വിഷയമുള്ള കാര്യമല്ല. നീ തോറ്റാലും സാരമില്ല, ജയിച്ചാലും സാരമില്ല, നീ അങ്ങോട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പം ഞാനത് പിറ്റേ ദിവസം ചെന്ന് ടീച്ചറിനോട് പറഞ്ഞു. അന്നേരം ടീച്ചർ പറഞ്ഞു, ശരി നമുക്കെന്നാൽ കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് അങ്ങനെ എക്സാമിന് പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സാം ഹാളിൽ ചെന്നു എക്സാം എഴുതി പുറത്തിറങ്ങിയപ്പോൾ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന A+ കിട്ടുന്ന കുട്ടികൾ വരെ കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. എക്സാം അത്രയ്ക്ക് പാടായിരുന്നു. അത്രയും ടഫായ ഒരു എക്സാമാണ് കുട്ടി പോയി എഴുതുന്നത്. അതിനുശേഷം പിറ്റേ ദിവസത്തെ പത്രത്തിൽ വാർത്ത ഇതായിരുന്നു, CBSE മാത്സ് പരീക്ഷ കുട്ടികളെ കണ്ണീരിലാഴ്ത്തി എന്നായിരുന്നു പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്ന വാർത്ത. അങ്ങനെ പരീക്ഷ നടന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൂടെ കേട്ടപ്പോൾ ഞാൻ തീർച്ചയാക്കി എന്നായാലും പരീക്ഷയ്ക്ക് പാസ്സാവുകയില്ല, അടുത്ത കമ്പാർട്ട്മെൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് നോക്കാമെന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പോഴും അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ടെൻഷനൊക്കെയാണ്, ഇതിന് ജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട്. അപ്പം അതിന് ശേഷം എനിക്കിവിടെ എക്സാം എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മമ്മി പറഞ്ഞു, എന്തായാലും സഹിയോനിൽ പോയൊരു ധ്യാനം കൂടാം. അതുകൊണ്ട് കഴിഞ്ഞ വർഷം നടന്ന ഏപ്രിൽ 19-ാം തീയതി 2015 ഇവിടെ വെച്ച് നടന്ന ഞാൻ ധ്യാനത്തിൽ വരികയും തുടർന്ന് കൗൺസിലിങ്ങിന് പോവുകയും ചെയ്തു. കൗൺസിലിങ്ങിൽ ചെന്നപ്പം സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ നീ പേടിക്കുന്നുണ്ട്, നിൻ്റെ റിസൾട്ട് ജയിച്ചത് തന്നെ, നീ ജയിച്ചിട്ടുണ്ട് എന്തായാലും, അതോർത്ത് നീ പേടിക്കുകയും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇത് സംഭവിക്കുകയാണെങ്കിൽ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് ദൈവത്തോട് പറഞ്ഞു.
കാരണം അത്ര എളുപ്പമല്ല സംഭവിക്കാൻ. ഞാൻ എന്തായാലും ശരി, സംഭവിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന്. കാരണം ഞാൻ അതിനു മുമ്പ് എനിക്കറിയാവുന്ന ആൻസേഴ്സ് ഒക്കെ വെച്ച് കൂട്ടി നോക്കിയിട്ടും ജയിക്കാനുള്ള മാർക്ക് കിട്ടുന്നില്ല. അതായത് ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ കൂട്ടലും കുഴക്കലും ക്രിക്കലുമായിട്ട് ദിവസങ്ങൾ പിന്നെ ഉറങ്ങാതിരിക്കണം. അതേമാതിരി കിഴിച്ചും മറിച്ചും തിരിച്ചും നോക്കിയിട്ട് എത്ര നോക്കിയിട്ട് കൂട്ടിമുട്ടണില്ല. അതേമാതിരി ഡൗൺ ഡൗൺ ഡൗൺ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോടുകൂടി തന്നെ പാസ്സാവാൻ എനിക്ക് സാധിച്ചു. അപ്പം ടീച്ചറാണ്, എൻ്റെ മാത്സ് ടീച്ചറാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. ഷോൺ, നിനക്ക് എഞ്ചിനീയറിംഗിന് ചേരാനുള്ള മാർക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ. ടീച്ചറാണ്, കുട്ടിയല്ല, ടീച്ചറാണ് പോയി നോക്കേണ്ടത്. ഷോണിൻ്റെ മാർക്ക് എത്രയുണ്ട്, ഷോണിന് മാർക്ക് എത്ര, എന്നിട്ട് വേഗം ആദ്യം വിളിക്കുന്ന ടീച്ചറാണ്. നിനക്ക് എഞ്ചിനീയറിംഗിന് പോകാൻ മാത്രമുള്ള മാർക്ക് കണക്കിന് കിട്ടിയിട്ടുണ്ട് മോനെ. അപ്പോൾ ഒരു നോട്ടപ്പുള്ളി അല്ലായിരുന്ന കുട്ടി. വേറെ എത്ര കുട്ടികളുണ്ട്, അവരൊന്നും ടീച്ചർ ആദ്യം ഈ ഷോണിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ടാണ് ബാക്കി കുട്ടികളെ നോക്കുന്നത്. അതിനുശേഷം ഞാൻ +2 കഴിഞ്ഞ ഉടനെ തന്നെ IELTS ജോയിൻ ചെയ്യാനായിട്ട് പോയി. അപ്പം അവിടുത്തെ ഒരു സിസ്റ്റർ എന്നോട് ചോദിച്ചു, സിസ്റ്റർ എൻ്റെ പപ്പയോടും മമ്മിയോടും ചോദിച്ചു, അതിനൊക്കെ വിട്ടിട്ട് കാര്യമുണ്ടോ, ഇപ്പം തന്നെ പഠിക്കാൻ ഇത്രയും ഇപ്പം തന്നെ എങ്ങനെയാണ്, ഇനി വല്ല കളയ്ക്കാൻ കപ്പ വല്ല അങ്ങനെയുള്ള സാധനം വിടാനുള്ള ഇനിയും പഠിപ്പിക്കാൻ വിടുകയാണോ, വിട്ടിട്ട് കാര്യമുണ്ടോ, എന്തിനാണ് സമയം കളയണത്, എന്തിനാണ് പൈസ ചിലവാക്കണമെന്ന് ചിലർ ചോദിച്ച്. അപ്പം എൻ്റെ പപ്പ പറഞ്ഞു, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമല്ലേ, അതുകൊണ്ട് എന്തായാലും IELTS പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ 2 മാസം IELTS കോച്ചിങ്ങിന് പോയി. IELTS എന്ന് പറഞ്ഞാൽ പല ആളുകളും തോരി തുന്നമ്പാടി കിടക്കാൻ എനിക്കറിയാം. 8-15 തവണ എഴുതിയിട്ട് ജയിക്കാത്ത പല ബുദ്ധിമാന്മാരെ എനിക്കറിയാം IELTS. അതിനുശേഷം ഞാൻ സെപ്റ്റംബർ 12-ാം തീയതി ഞാൻ എൻ്റെ IELTS പരീക്ഷ പൂർത്തിയാക്കി. 13 ദിവസത്തിന് അതിനു മുമ്പുള്ള അഭിഷേകാഗ്നി പ്രാർത്ഥന എന്നും 8:30 ഞായറാഴ്ച ഞങ്ങൾ കൂടുമായിരുന്നു. അപ്പം 13 തവണ കൂടിയോ? അതല്ല, എല്ലാ ആഴ്ചയും ഞങ്ങൾ കൂടുമായിരുന്നു. എല്ലാ ആഴ്ചയിലും അഭിഷേകാഗ്നി കൂടി പ്രാർത്ഥിച്ചിട്ടാണ് IELTSന് ഒരുങ്ങിയത്. അതിനുശേഷം റിസൾട്ട് 13-ാമത്തെ ദിവസം വന്നു. 13-ാമത്തെ ദിവസം വന്നപ്പോൾ എനിക്ക് വേണ്ടത് ഓവറോൾ 6 ആയിരുന്നു സ്റ്റുഡൻറ് വിസയ്ക്ക് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ ഇത് പ്രാർത്ഥിച്ച് എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് വേണ്ടതിലും 0.5 എല്ലാത്തിനും കൂടുതലും ഉണ്ട്. ഓവറോൾ 6ഉം എനിക്ക് ലഭിച്ചു. ആദ്യ എഴുത്തിൽ തന്നെ എനിക്ക് ലഭിക്കുകയും ചെയ്തു. നല്ല റിസൾട്ട് കർത്താവ്. വെറുതെ കപ്പയ്ക്ക് കളിക്കാന്ന് പറഞ്ഞ് ടീച്ചർമാർ പറഞ്ഞു വിട്ട ആളാ. നോക്കപ്പോൾ ഇനി വിദേശത്ത് പോയി പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അങ്ങോട്ടുള്ള IELTS സ്റ്റുഡൻറ് വിസയ്ക്കുള്ള ക്വാളിഫിക്കേഷൻ കണ്ടോ. അപ്പോൾ അപ്പനും അമ്മയ്ക്കും ഈ ധ്യാനമൊക്കെ കൂടുന്നതുകൊണ്ട് ഒരു കൃപ കിട്ടണം, മനസ്സിലായോ? എല്ലാവരും പറഞ്ഞ കാര്യം. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, ദൈവത്തിൻ്റെ കയ്യിലല്ലേ ടീച്ചറെ നമ്മുടെ കയ്യിലും എല്ലാം ആണോ, ദൈവമല്ലേ എല്ലാം നിശ്ചയിക്കുന്നത്, അതുകൊണ്ട് കുട്ടീനെ വിടാം എന്ന് പറഞ്ഞ് കുട്ടീനെ പഠിപ്പിക്കാൻ വിട്ടു. നിനക്ക് സന്തോഷമാണോ? നീ ഇനി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സെക്യൂനൊക്കെ മറക്കുക, അവിടെ പോയി കള്ളുകൂടിയും കൂത്താട്ടം ആവുമോ? ചെയ്യരുത്. ഇപ്പം തന്നെ ഞാൻ ബന്ധിക്കുകയാണ്. നല്ല അനേകം പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. യേശുവിൻ്റെ ഒരു മകനായിട്ടാണ് നിന്നെ ഏത് രാജ്യത്തേക്ക് പോയാലും അവിടേക്ക് വിടണത്. റെഡി? കർത്താവിൻ്റെ ദാസനായിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പൊ കുട്ടികൾക്കൊരു സംശയം, ഏത് അച്ഛനാണ് ശരിക്കുള്ള അച്ഛൻ എന്നുള്ളത്. ആ അച്ഛന് പ്രായമില്ലാത്തൊരു അച്ഛൻ വട്ടായിലച്ഛൻ, ഇത് പ്രായമുള്ളൊരു വട്ടായിലച്ഛൻ. അത് കുട്ടികളെ അതിൻ്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഇതാണ് ഒറിജിനൽ. ഇപ്പോൾ ഈ പറയുന്നതാണ് ഒറിജിനൽ. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് അട്ടപ്പാടി ലൈവായിട്ട് നേരെ ഇപ്പോൾ അവിടുത്തെ നിന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് റെക്കോർഡ് ചെയ്ത് അയക്കണമെന്നല്ല, ഇതിപ്പം ലൈവായിട്ട് അട്ടപ്പാടി റൂഹാമോണ്ടിൽ നിന്ന് ഈ ടീമെല്ലാം ഇവിടെ നിന്ന് എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ എല്ലാവരും ഇവിടെ നിന്ന് അവിടെ നിന്ന് തിരിച്ച് ക്യാമറ തിരിച്ച് ഇപ്പുറത്തേക്ക് തിരിക്കുക. അവരെല്ലാവരും നമ്മുടെ വെനിറ്റാമേലാണ് നിൽക്കണത്. എല്ലാവരും അവിടെ നിൽക്കുന്നത്. നമ്മുടെ ബ്രദർമാരൊക്കെ നിന്ന് ഇങ്ങോട്ട് കൈ ആൾ നിൽക്കുന്നത്. ബ്രദർമാരൊക്കെ കണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടു അത്ഭുതപ്പെട്ട് നമ്മുടെ സാംസറച്ചൻ പറയുന്നല്ലോ. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ സാബു ബ്രദറിൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ സാബു ബ്രദർ നിങ്ങൾ കണ്ടതാണല്ലോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ഓക്കെ. പിന്നെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പഴയ നമ്മുടെ ടീം മെമ്പേഴ്സൊക്കെ ഉണ്ട്. നമ്മുടെ ജോസഫ് ബ്രദർ, നമ്മുടെ അമൽ ബ്രദർ ഒക്കെ ഉണ്ട്. സിനു ബ്രദറാണെന്ന് പാട്ട് പാടാൻ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരണത്, മറ്റേ കണ്ടത് നമ്മൾ ടെസ്റ്റ് നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ ആളുകൾ വന്ന് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് റെക്കോർഡ് ചെയ്തത്, അന്ന് എടുത്തു വെച്ചത് നമ്മുടെ ശുശ്രൂഷകർ കാണിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിലത് നിങ്ങളിപ്പോൾ ഒന്ന് ഫയലിൽ നിന്ന് എടുത്ത് കാണിച്ചതാണ് ഇതിനു മുമ്പുള്ളത്. ഇത് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലൈവായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാണ് നിങ്ങളിതൊക്കെ ഒന്ന് കാണിച്ചത്. നിങ്ങൾക്ക് ഇത് വല്ല റെക്കോർഡ് ചെയ്ത് അയക്കണമെന്ന് വിചാരിക്കേണ്ട, ലൈവായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ ഒരു പള്ളി വന്ന് പ്രാർത്ഥന കൂടുമ്പോൾ
എങ്ങനെ കിട്ടുന്നു അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ പോകും. അതാണ് ലൈവായിട്ടുള്ള ശുശ്രൂഷയുടെ പ്രത്യേകത. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര പവർഫുള്ളായി എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ഷോണിൻ്റെ ജീവിതത്തിന് അനുഭവം കണ്ടു. ആ മാതാപിതാക്കന്മാർക്ക് ദൈവം കൊടുത്തൊരു ഗ്രേസ്. അപ്പോൾ അവർ പറഞ്ഞു നിരാശയില്ല, മനസ്സിടിഞ്ഞു പോകുന്നില്ല, ജീവിതം തീർന്നു ചിന്തിക്കുന്നില്ല, ഇതുകൊണ്ട് എല്ലാം അവസാനിച്ചും ചിന്തിക്കുന്നില്ല. ദൈവമല്ലേ എല്ലാം തീരുമാനിക്കുന്നത്. ദൈവത്തിൻ്റെ ആ ഒരു സർവ്വശക്തിനെ ആശ്രയിക്കുക, ദൈവത്തിനെ ഏറ്റുപറയുക. ഇത് അതാ പറഞ്ഞത്, നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ പ്രതീക്ഷ കൈവിടരുത്. എപ്പോഴും ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം, ദൈവത്തിനെ ആശ്രയിക്കുക. ദൈവമാണ് ബലം തരുന്നത്, ദൈവമാണ് വഴി തുറക്കുന്നത്, ദൈവമാണ് ഉണങ്ങിയതിനെ തളിർപ്പിക്കുന്നത്, ദൈവമാണ് നിലം പരിശാവരെ എഴുന്നേൽപ്പിക്കുന്നത്. ഇതൊക്കെ ദൈവം ചെയ്തിട്ടുണ്ട്, ചെയ്യും. അതുകൊണ്ടാണ് ഇന്ന് ഈ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ എന്ന് പറഞ്ഞാൽ +1 +2 മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. ബോർഡ് എക്സാമിന് ഒരുങ്ങുന്ന ഒത്തിരി പേരുണ്ട്. +1 +2, 10ാം ക്ലാസ്സുകാർ, പിന്നെ മറ്റു ക്ലാസ്സുകാർ, തിയോളജി പഠിക്കുന്നവർ, ഫിലോസഫി പഠിക്കുന്നവർ, പിന്നെ യൂണിവേഴ്സിറ്റി എക്സാംസിന് വേണ്ടി PSC, ഇംഗ്ലീഷ്, പിന്നെ ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുന്നവർ, ഒരുപാട് ഇൻ്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്ത് പലതും പരാജയപ്പെട്ട് പിന്നെ അതിൻ്റെ മനപ്രയാസ വിഷമം, ഒരുപാട് കടബാധ്യത വിഷമമായിട്ടിരിക്കുന്നവർ, OET, IELTS, അതുപോലെ തന്നെ RN പരീക്ഷ, നെറ്റ്, അതുപോലെ സെറ്റ്, കേട്ടിട്ട്, പിന്നെ ബാങ്ക് എക്സാംസ്, പിന്നെ ഇൻ്റർവ്യൂകൾ, വിദേശത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ഇതുകൾ എല്ലാം, ഒരുപാട് തരത്തിലുള്ള കോഴ്സുകൾക്കും ഒരുപാട് തരത്തിലുള്ള ഇൻ്റർവ്യൂകൾക്ക് വേണ്ടി ഒരുങ്ങി അല്ലെങ്കിൽ പോയി പരാജയപ്പെട്ട് വീണ്ടും പരിശ്രമിക്കുന്ന അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയാണ്. ഇത് ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാവരും തങ്ങളുടെ ജീവിതത്തിൻ്റെ നിർണായക കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലിരിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ, ദൈവത്തിന് എല്ലാവരെയും ഒരു നിലയിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് അച്ഛന് ബോധ്യം കിട്ടിയ വചനഭാഗമാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ 35-ാമത്തെ അധ്യായത്തിൽ 4 തൊട്ട് 7 വരെ വാക്യങ്ങൾ. യെശയ്യായുടെ പുസ്തകം 35-ാം അധ്യായത്തിൽ 4 തൊട്ട് 7 വരെ വാക്യങ്ങൾ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ, ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. 35-ാം അധ്യായത്തിൽ 5 തൊട്ടങ്ങൾ വായിച്ചു നോക്കിയേ, 5 തൊട്ട് 7 വരെ. 35-ാം അധ്യായത്തിൽ 5 തൊട്ട് 7 വരെ. അങ്ങനെ ദൈവം തൻ്റെ പ്രതിഫലവുമായി വന്ന് അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളിൽ ഇറങ്ങുമ്പോൾ, തൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഇടപെടുമ്പോൾ എന്താവും? അപ്പോൾ അസാധ്യങ്ങൾ സാധ്യമായി മാറും. അടഞ്ഞിരിക്കും തുറക്കപ്പെടും, അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. വരണ്ട ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഒരു റിസൾട്ടില്ല, ഇനി പഠിക്കാനും പറ്റില്ല, ഇനി ബുദ്ധിയില്ല, ഓർമ്മയില്ല, പരീക്ഷയ്ക്ക് മാർക്കുമില്ല, എല്ലാം തീർന്നു. വരണ്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങൾ എന്താവും? അവിടുന്ന് പുതിയ പുതിയ ഉറവകൾ പൊട്ടിപ്പുറപ്പെടാൻ ദൈവം ഇടവരുത്തും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടും ജലാംശം ഇല്ലാത്തതാണ് മരുഭൂമി, അല്ലേ? ആ മരുഭൂമിനെ നദികൾ ഒഴുകുന്ന നല്ല ആമസോൺ തീരം പോലെ ആക്കാനായിട്ട് ദൈവത്തിന് പറ്റും. മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും. ചുട്ടു തപിച്ച മണലാരണ്യം, ചുട്ട് പഴുത്ത് കിടക്കുന്ന മണലാരണ്യം ജലാശയമായി മാറും. അവരൊക്കെ ഭയങ്കര ഉന്നത നിലയിലേക്ക് എത്തുകയാണ്. ചുട്ടു തപിച്ച ഒരു ഹോപ്പുമില്ലാത്ത ജീവിതങ്ങൾ അത് ജലാശയമായി മാറും. ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും. പ്രിയപ്പെട്ട സഹോദരൻ, വേറെ ബാക്കി പറഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ കർത്താവിന് ശക്തിയാൽ സംഭവിക്കും. ചാടി എഴുന്നേറ്റെ നമ്മളൊന്നും കൂടെ പ്രാർത്ഥിക്കാം. അപ്പം ഇങ്ങനെ വെറുതെ ഇരുന്നിരുന്നിട്ട് കാര്യമില്ല. ഓരോന്ന് പറയുമ്പോൾ പ്രാർത്ഥിച്ച് അനോയിന്റിങ് നിറയണം. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നമ്മുടെ ഹൃദയത്തിലെ ആ ഒരു സ്നേഹം വർദ്ധിപ്പിക്കണം. എൻ്റെ കർത്താവ് ജീവിക്കുന്നുണ്ട്. എൻ്റെ കർത്താവ്, ഞാനിപ്പോൾ 1000 റാങ്ക് മേടിക്കാനായിട്ട് ഉള്ള കപ്പാസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ റാങ്കിലേക്ക് എത്തിക്കാൻ എൻ്റെ കർത്താവിന് അഭിഷേകം ചെയ്യും. ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഒട്ടും പഠിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവരും ദൈവത്തിൽ ആശ്രയിക്കുക. ഇനിയുള്ള നിമിഷങ്ങൾ ഉള്ള സമയത്ത് വെച്ച് മാക്സിമം അധ്വാനിക്കാൻ ദൈവം സഹായിക്കും. പഠിച്ച് ഓർമ്മയൊക്കെ ദൈവം സഹായിക്കും. 77-ാം സങ്കീർത്തനത്തിലെ 14-ാമത്തെ തിരുലിഖിതം, 77-ാം സങ്കീർത്തനത്തിലെ 14-ാമത്തെ കർത്താവേ, അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തുന്നത് അങ്ങ് തന്നെ. ഇത് അനേകം കുട്ടികളെ രക്ഷിച്ചിരിക്കുന്ന വചനമാണ്. ഇതൊന്ന് എഴുതി വെച്ചോ. ഇത് നിങ്ങളുടെ പഠിക്കുന്ന മുറികളിലെല്ലാം ഈ വചനം എഴുതി വെക്കണം. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം.
ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. സങ്കീർത്തനം 77:14. എല്ലാ കുട്ടികളും നിങ്ങളുടെ പുസ്തകത്തിൽ ഇത് എഴുതി വെക്കുക. എല്ലാ കുട്ടികളും നിങ്ങളുടെ മുറികളിൽ ഇത് എഴുതി വെക്കുക. എല്ലാ കുട്ടികളും ഒരു സുഹൃത്ത് ജപം പോലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം. ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയത് അങ്ങ് തന്നെ. നിങ്ങൾ പരീക്ഷകളിൽ കയറുമ്പോൾ നിങ്ങളുടെ അതരത്തിൽ നിന്ന് ഇതിങ്ങനെ പറയാൻ വിധം നിങ്ങളിത് കാണാതെ പഠിച്ചോ. ഇപ്പോൾ തന്നെ ഇതിൻ്റെ അനോയിൻറ്റിങ് നിങ്ങളുടെ മേൽ നിറയും. എത്ര ഗൗരവമേറിയ ഇൻ്റർവ്യൂവിന് പോകുന്നവരാണെങ്കിലും നിങ്ങൾ ഈ വചനം പറഞ്ഞു പോവുക. നിങ്ങളുടെ മുമ്പിൽ കർത്താവ് വചനശക്തി വ്യാപരിച്ച് തടസ്സങ്ങൾ നീക്കി വിടുതൽ തരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇതുപോലെ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന എല്ലാവരുടെ മേലും കൃപ വന്ന് നിറയാനും അവരുടെ മേലുള്ള എല്ലാ തരത്തിലുള്ള ചുട്ടുതപച്ച മണലാരനും പോലുള്ള അവസ്ഥ മാറി ജലാശയമായി രൂപാന്തരപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അത് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്താ കർത്താവ് പറഞ്ഞത്? എവിടെ പറയുന്നത്? യേശയ്യ 52-ാം അധ്യായത്തിൽ 2-ാമത്തെ തിരുലിഖിതം അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ഒരാൾ ചുട്ടുതപച്ച മണലാരന് പോലെയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളത് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. അവിടെ നിന്ന് മാറി ആ അവസ്ഥയിൽ നിന്ന് മാറി ഒരു നല്ല അവസ്ഥ നിങ്ങൾ ആഗ്രഹിക്കണം. ബന്ധനസ്ഥയായ ജെറുസലേമേ, ബന്ധനസ്ഥയായ ജെറുസലേമേ, ചുട്ടുതപിച്ച മണലാരണ്യം പോലെയുള്ള ജീവിതമേ, നീ പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. നീ അങ്ങനെ ഇന്ന് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിക്കരുത്. നീ അവിടെ നിന്ന് എഴുന്നേൽക്കണം. നീ എഴുന്നേറ്റ് നല്ല കാര്യങ്ങൾ കാണണം. നീ നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കണം. നീ നല്ല കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ബന്ധനസ്ഥയായ ജെറുസലേമേ, ചുട്ടുതപിച്ച മണലാരന് പോലുള്ള ജീവിതങ്ങളെ, നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങൾ വേറെ നല്ല കാര്യങ്ങൾ വിശ്വാസദൃഷ്ടി കാണുക, പ്രാർത്ഥിക്കുക. അത് സംഭവിക്കും. ബന്ധനസ്ഥയായ സിയോൻ പുത്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും തോറ്റു, എപ്പോഴും ഒരു ഇതില്ല, ഒരു ഗുണം പിടിക്കുന്നില്ല. ഞാൻ ചെയ്തതെല്ലാം പരാജയപ്പെടുന്നു, ഞാൻ തൊട്ടതെല്ലാം തകർന്ന് തരിപ്പണമാകുന്നു, എനിക്കൊരു ഫ്യൂച്ചറുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധനസ്ഥയായ സിയോൻ പുത്രി, നീ തന്നെ നിൻ്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. എന്നിട്ട് നിനക്ക് നീ പൊട്ടിച്ചിട്ട് പോകണില്ലെങ്കിൽ പൊട്ടിക്കാൻ അധികാരമുള്ളവർ ഉള്ള ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് നീ ആ പ്രാർത്ഥനയിൽ കൂടുക. അതാണ് പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ. അതാണ് ഇന്ന് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥന ശുശ്രൂഷ ചെയ്യുന്നത്. ഇപ്പോൾ ആ ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. നീ ഒറ്റയ്ക്ക് പൊട്ടിച്ചിട്ട് പോകാത്ത തകർച്ചകളും നുഖങ്ങളും കെട്ടുകളും ചങ്ങലകളെല്ലാം യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. നല്ല ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധികം അച്ഛന് ശുശ്രൂഷ ചെയ്തപ്പോൾ 10,000-കണക്കിന് കുട്ടികൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമാണ് കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും ഒന്നും കൂടെ കൈ ഉയർത്തി പഠിക്കാം. കർത്താവേ, ഇന്ന് ഇവിടെ അങ്ങയുടെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ ശക്തി ഇവിടെ വെളിപ്പെടട്ടെ. ഇന്ന് കൃപയുടെ ശക്തി ഇവിടെ വെളിപ്പെടട്ടെ. ഇന്ന് വിടുതലിന്റെ ശക്തി ഇവിടെ വെളിപ്പെടട്ടെ. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. അഭിഷേകം ചെയ്യണമേ. സമർപ്പിക്കുന്ന പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവരെ സമർപ്പിക്കുന്ന എപ്പോഴും തടസ്സങ്ങളിൽ തട്ടി മുന്നോട്ട് പോകാൻ പറ്റാത്തവരെ സമർപ്പിക്കുന്ന ശക്തി വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ.
രണ്ട് കാര്യങ്ങൾ നന്നായി ഉയർത്തി പ്രാർത്ഥിക്കുക. ഈ സമയം സാംസ്കൃതിനും ഞാനും ഞങ്ങൾ ഒരുമിച്ച് ഇവരുടെ ടീമിനോട് ചേർന്ന് ലോകം മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളുടെ മേലും, വിദ്യാർത്ഥികളുടെ മേലും, യുവാക്കന്മാരുടെ മേലും, കുടുംബനാഥന്മാരുടെ മേലും, കുടുംബനാഥകളുടെ മേലും കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവരെ കാലങ്ങളായി തടസ്സപ്പെടുത്തുന്ന ശക്തികൾ, പരാജയ ശക്തികൾ, എല്ലാ തരത്തിലുള്ള കണ്ണുനീരിന്റെ ആധിപത്യങ്ങൾ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. സംഭവിക്കട്ടെ. ഉന്നത ശക്തിയ ചെങ്കട പീഡക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയ ചെങ്കട പീഡക്കപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം വെളിപ്പെടട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരവ് പൂർണ്ണമായി വെളിപ്പെടുത്തൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവ് പൂർണ്ണമായി വെളിപ്പെടുത്തൽ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവ് പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരവ് പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ, ഈ സമയം വിശുദ്ധ ജലം തെളിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ മേൽ, പങ്കെടുക്കുന്ന കുടുംബങ്ങളുടെ മേൽ ഈ വിശുദ്ധ ജലം തെളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത്, ഹോളി വാട്ടർ തെളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കാലങ്ങളായുള്ള കെട്ടുപാടുകളെല്ലാം ഇപ്പോൾ ചിന്ന ഭിന്നമാകട്ടെ. ഇവരെ ആധിപത്യം പുലർത്തി വെച്ചിരിക്കുന്ന ഇവരുടെ മേൽ ഇവരെ കെട്ടിമുറുക്കി വെച്ചിരിക്കുന്ന എല്ലാ നിലകളും പൊട്ടിപ്പോകട്ടെ. കർത്താവേ, ഇവരുടെ പരാജയത്തിന് വേണ്ടി ശത്രു ഒരുക്കിയിരിക്കുന്ന കെട്ടുകളെല്ലാം ഇപ്പോൾ ചിന്ന ഭിന്നമായി പോകട്ടെ. സഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ആൾക്കാരിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാമത്തിൽ അനേക കാലങ്ങളായുള്ള സാധാന്യ പീഡകൾ, അന്ധകാര ശക്തികൾ ഇപ്പോൾ തന്നെ വിട്ടുമാറി അന്ധകാര രൂപത്തിൽ നിവധിക്കട്ടെ. ശക്തി വെളിപ്പെടട്ടെ. നമ്മെ ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്ന് ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ജനതകൾ കണ്ടിടട്ടെ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ഓരോ കുടുംബത്തെയും ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ കുട്ടികളെയും ദൈവമേ, ഇപ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം ആഗ്രഹിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ആശീർവദിക്കുന്നു. കാലങ്ങളായുള്ള ഉപദ്രവങ്ങളും തടസ്സങ്ങളും മാറട്ടെ. കർത്താവിൻ്റെ ചൈതന്യം വ്യാപരിച്ച് അന്ധകാരങ്ങൾ നീങ്ങട്ടെ. കർത്താവേ, തിന്മയുടെ കോട്ടകൾ തകരട്ടെ. തടവറയിരിക്കുന്നവർ വിടുതൽ പ്രാപിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തുടർന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് അതിശക്തമായൊരു ശുശ്രൂഷയിലേക്കാണ് ഞാൻ പ്രവേശിക്കാൻ പോകുന്നത്.
ദൈവപുത്രാരാധന യേശുനാഥാരാധന ദൈവപുത്രാരാധന യേശുനാഥാരാധന തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന തിരുസന്നിധി ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന ആരാധന പാടുന്നു. ആരാധന ആരാധന യേശുവേ സ്വരമുയർത്തി ആരാധന യേശുവേ ആരാധന യേശുവേ അൾത്താരയിലേക്ക് നോക്കി ആരാധന യേശുവേ യേശുവേ ആരാധന യേശുവേ ആരാധന കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ ആരാധന യേശുവേ ആരാധന കരങ്ങൾ വീശി യേശുവേ ഈശോയിലേക്ക് നോക്കി പാടുന്നു. ആരാധന യേശുവേ ആരാധന കർത്താവ് സന്നിധിയിൽ നമുക്ക് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ നന്നായി ഉയർത്തിപ്പിടിക്കുക. കരങ്ങൾ ഉയർത്തി ദിവികാരുണ്യനാഥനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് കർത്താവിൻ്റെ സ്നേഹവും കരുണയും നിങ്ങൾക്ക് നിറയ്ക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. പോരാ, ശക്തിയോടെ ശ്രദ്ധിക്കുക. കൊച്ചുകുട്ടികളടക്കം എല്ലാവരും ചെയ്യട്ടെ. SSLC, പ്ലസ് ടു എഴുതുന്ന എല്ലാ കുട്ടികളും, ഡിഗ്രി പരീക്ഷ എഴുതുന്നവര്, വിദേശ യാത്രയ്ക്ക് തയ്യാറാകുന്നവര്, നിങ്ങളുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പോരാ, ശക്തിയോടെ ശ്രദ്ധിക്കട്ടെ. ആരാധിക്കട്ടെ. കരങ്ങൾ താഴ്ത്തി കരങ്ങളടിച്ച് നിത്യപിതാവേ ആരാധന നിത്യസത്യമേ ആരാധന നിത്യാത്മാവേ ആരാധന നിതാന്ത സ്നേഹമേ ആരാധന നിത്യപിതാവേ ആരാധന നിത്യസത്യമേ ആരാധന നിത്യാത്മാവേ ആരാധന നിതാന്ത സ്നേഹമേ ആരാധന ആരാധന അങ്ങേക്കാരാധന 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 ആരാധന അങ്ങേക്കാരാധന. കരങ്ങൾ താഴ്ത്തി ഇടത്തോട്ട് മേൽത്തോട്ട് കരങ്ങൾ അടിക്കണം. കുട്ടികളെല്ലാം സങ്കടം മാറട്ടെ. ഉത്കണ്ഠകൾ, ആദികൾ, വ്യാധികൾ എല്ലാം കർത്താവ് മാറ്റി സ്നേഹം നിറയ്ക്കുന്നു. ധൈര്യം, അഭിഷേകം ഈ സമയം വ്യാപരിക്കാൻ ആഗ്രഹിച്ച് കരങ്ങൾ അടിച്ച് പാടട്ടെ. ആരാധിച്ചിടുവിൻ അനങ്ങി അനങ്ങി ഭൂവാസികളെ ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ സൃഷ്ടികളെല്ലാം സൃഷ്ടാവിനെ ആരാധിച്ചിടുവിൻ ഭൂവാസികളെ ദൈവ
ദൈവപുത്രനെ ആരാധിച്ചിടുവിൻ. കരമുയർത്തി തുള്ളിച്ചാടി ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. കരകൾ കാട്ടി എല്ലാവരും ഇന്ന് സന്തോഷത്തോടെ ആരാധിക്കണം. ഈശോയുടെ നിഷ്കളങ്ക ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. എല്ലാവരും ചന്ത പൊട്ടി നിലവിളിച്ച് 2 പ്രാവശ്യം വിളിക്കുന്നു, യേശുവേ ആരാധിച്ചിടുവിൻ. ചേർന്ന് പാടാം. ഇരുളകത്തിയിടും പൊൻപ്രഭയെ ആരാധിച്ചിടുവിൻ. കരമടിച്ച് ഇസ്രായേലിൻ നായകനെ ആരാധിച്ചിടുവിൻ. ഇരുളകത്തിയിടും പൊൻപ്രഭയെ ആരാധിച്ചിടുവിൻ. കരമുയർത്തി തുള്ളിച്ചാടി ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവമായ കർത്താവേ, ഇന്ന് അനേക തരത്തിലുള്ള ഗൗരവമേറിയ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം ഇന്ന് ഓർത്തോർത്ത് സമർപ്പിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ വലിയ കരുണ ഈ സമയം സമൃദ്ധമായ അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. അവിടെ നിന്ന് വിശുദ്ധ ലിഖിതങ്ങൾ അരുളി ചെയ്തു, അരുവി തോടായും തോട് നദിയായും നദി സമുദ്രമായും മാറുന്ന അനുഭവം ഉണ്ടാവും. കർത്താവേ, ഇപ്പോൾ എന്താണോ ഉള്ളത്, വിധവയുടെ ചെമ്പുതൊട്ട് പോലെ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് അങ്ങയുടെ സന്നിധി കൊണ്ടുവരികയാണ്. കുറച്ച് പഠിക്കാനുള്ള കൃപയുണ്ട്, കുറച്ച് പഠിച്ചിട്ടുണ്ട്, കുറച്ച് അധ്വാനിക്കാനുള്ള കഠിനാധ്വാനശീലമുണ്ട്. കർത്താവെ, കുറച്ച് പ്രാർത്ഥന പ്രത്യാശയുണ്ട്. കർത്താവെ, കുറച്ച് വിശ്വാസമുണ്ട്. കർത്താവെ, കുറച്ച് നന്മയുണ്ട്, കുറച്ച് സുഹൃതങ്ങളുണ്ട്, കുറച്ച് പ്രാർത്ഥനാരൂപയുണ്ട്. ഇപ്പോൾ ഉള്ളത് അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. വിധവയുടെ ചെമ്പത്തൊട്ടെടുത്തത് മാതിരി കർത്താവെ, അങ്ങയുടെ സംപ്രീതിയോടെ ഈ ഒരു സമർപ്പണം സ്വീകരിച്ച് അവിടെ തന്നെ ആശീർവദിച്ച് കർത്താവെ അനുഗ്രഹിക്കണം. കർത്താവേ, എലീഷ പ്രവാചകൻ ആ വിധവയുടെ ഭവനത്തിൽ നിൻ്റെ കലത്തിലെ മാവിന് തീർന്നു പോവുകയില്ല, നിൻ്റെ കലത്തിലെ എണ്ണ ഇനി വറ്റുകയുമില്ല എന്ന് പറഞ്ഞു. കർത്താവ്, അതേപോലെ ഇത് സമൃദ്ധിയായിട്ട് അങ്ങോട്ട് വർദ്ധിക്കട്ടെ. കർത്താവേ, ഇത് മൾട്ടിപ്ലൈ ചെയ്യട്ടെ. ഇപ്പോഴുള്ള എല്ലാ കഴിവുകളും മൾട്ടിപ്ലൈ ചെയ്യട്ടെ. ഇപ്പോൾ എല്ലാ കൃപകളും മൾട്ടിപ്ലൈ ചെയ്യട്ടെ. ഇപ്പോൾ എല്ലാ അവസ്ഥകളുടെ മേൽ ദൈവമായ കർത്താവിന് അനുഗ്രഹ വർഷം ഉണ്ടാകട്ടെ. പ്രത്യേകം സമർപ്പിക്കുകയാണ് കർത്താവേ. ഈ സമയം കർത്താവെ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങി ഞങ്ങളുടെ മക്കൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു.
പഠനോപകരണങ്ങളെ സമർപ്പിക്കുന്നു, കർത്താവേ. പുസ്തകങ്ങളെ സമർപ്പിക്കുന്നു, യേശുവേ. ഹോൾ ടിക്കറ്റുകളെ സമർപ്പിക്കുന്നു, യേശുവേ. പ്രാർത്ഥന ആവശ്യങ്ങൾ സമർപ്പിക്കുന്നു, നിയോഗങ്ങൾ സമർപ്പിക്കുന്നു, യേശുവേ. എല്ലാ അപേക്ഷകളും സമർപ്പിക്കുന്നു, യേശുവേ. ഹൃദയത്തിന്റെ നെടുവീർപ്പുകൾ സമർപ്പിക്കുന്നു, കുടുംബത്തിലെ കണ്ണുനീര് സമർപ്പിക്കുന്നു, വലിയ ആകുലതകൾ സമർപ്പിക്കുന്നു, യേശുവേ. കടബാധ്യതകൾ സമർപ്പിക്കുന്നു, യേശുവേ. ജോലി തടസ്സങ്ങളെ സമർപ്പിക്കുന്നു, ആമേൻ. കർത്താവേ കുടുംബത്തിന്റെ നീറുന്ന വേദനകളെ സമർപ്പിക്കുന്നു, യേശുവേ. ഓരോരുത്തരും കടന്നു പോകുന്ന അതികഠിനമായ തരത്തിലെ പരീക്ഷണ അവസ്ഥകൾ അനുഭവങ്ങളെ സമർപ്പിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ കൃപ ഈ കുടുംബങ്ങളുടെ മേലെല്ലാം ശക്തമായി വ്യാപരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ കൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈ സമയം മട്ടപ്പാടിയിൽ നിന്ന്, ഈ അൾത്താരയിൽ നിന്ന്, റൂഹമോണ്ടിൽ നിന്ന് അച്ഛന്മാരും ഇവിടെയുള്ള ടീമും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ വലിയൊരു കൃപ ഇപ്പോൾ ഈ ദൈവജനത്തിന് മേൽ ഉണ്ടാകട്ടെ. കർത്താവേ, ഇപ്പോൾ ദൈവജനത്തെ ശല്യം ചെയ്യുന്ന ഉപദ്രവങ്ങളൊക്കെ മാറട്ടെ. യേശുവേ. കർത്താവേ, അന്ധകാരങ്ങൾ മാറിപ്പോകട്ടെ, സാത്താന്യ കോട്ടകൾ തകർന്നു പോകട്ടെ, യേശുവേ. ദൈവകൃപ ഉയരട്ടെ, ആമേൻ. അഭിഷേകത്തിന് ശക്തി ഉയരട്ടെ, യേശുവേ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഈ മക്കളുടെ മേൽ ശക്തമായി ആവസിക്കട്ടെ. യേശുവേ. പരിശുദ്ധാത്മാവെ ശക്തമായി വന്ന് ആവസിക്കണമേ. യേശുവേ. പരിശുദ്ധാത്മാവെ ശക്തമായി വന്ന് ആവസിക്കണമേ. പരിശുദ്ധാത്മ ശക്തിയെ വന്ന് നിറയണമേ. ആമേൻ. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ഒരു അനോയിന്റിങ്, പരിശുദ്ധാത്മാവിന്റെ ഒരു വർഷം, പരിശുദ്ധാത്മാവിന്റെ ഒരു നദി ഒഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശുവേ. ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, പാവന ജ്ഞാനവും ഉണർവും ശക്തി വിവേകവും അവിടും നീകണമേ. മക്കളെ സമർപ്പിക്കുന്നു. ജ്ഞാനവും ഉണർവും ശക്തി വിവേകവും അവിടും നീകണമേ. ജീവന്മാരെ പൂരിതരാക്കിയ പാവന ജീവന്മാരെ പൂരിതരാക്കിയ പാവനാത്മാവേ ആറിയതിൽ ചൂടേകണമേ നിത്യസഹായകനേ ആറിയതിൽ ചൂടേകണമേ നിത്യസഹായകനേ ആത്മാവിനെ അയക്കണമേ കുരുങ്ങി ആത്മാവിനെ അയക്കണമേ അകതാരിതാ കുരുങ്ങി വൻകൃപകൾ ചൊരിയണമേ അഭിഷേകം ചെയ്യണമേ വൻകൃപകൾ ചൊരിയണമേ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് കൈകൾ പിടിക്കുക. ഈ സമയം പരിശുദ്ധ ഗ്രൗണ്ട് ഉയർത്തുന്ന സമയത്ത് ദൈവമേ ആത്മാവിനെ അയക്കണമേ. ഇതാ എൻ്റെ ഹൃദയം അങ്ങയുടെ സഹായത്തിന് വേണ്ടി കേണ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയം ഒരുങ്ങിക്കഴിഞ്ഞു കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന് ശക്തമായൊരു പ്രവാഹം കുടുംബങ്ങളിലേക്ക്, വംശങ്ങളിലേക്ക് നിറയാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ ആവസിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ദൂതൻ മറിയത്തോട് പറഞ്ഞു, അതുപോലെ ശക്തി ഇപ്പോൾ നിറയാൻ പോവുകയാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ദൈവത്തോട് നിലവിളിക്കുകയാണ്. ദൈവമേ ആത്മാവിനെ വർഷിക്കണമേ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, ആത്മാവേ ചൊരിയണമേ ചെയ്യണമേ വൻകൃപകൾ ചൊരിയണമേ അഭിഷേകം ചെയ്യണമേ വൻകൃപകൾ
ചൊരിയണമേ ആവേ. അഭിഷേകം അഭിഷേകം ചെയ്യണമേ അഭിഷേകം ആത്മാവേ. ആവേ. ദൈവമേ, ഈ സമയം പ്രിയപ്പെട്ട എല്ലാ മക്കളെയും വിശുദ്ധ ജലം തളിച്ച് ആശീർവദിക്കുന്നു. വിദ്യാർത്ഥിനികളെ സമർപ്പിക്കുന്നു. അവരുടെ പഠനോപകരണങ്ങൾ, പരീക്ഷകൾ, അടുത്ത് വരുന്ന അതിപ്രധാന ഇൻ്റർവ്യൂകൾ, അതിനുള്ള എൻട്രൻസ് എല്ലാം, കോച്ചിങ് എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ. ഏതെങ്കിലും തടസ്സമുണ്ടെങ്കിൽ മാറാൻ ദൈവത്തിന് അനുഗ്രഹം ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനകൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളിങ്ങനെ ഈശോയോട് പറയുക, കർത്താവേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഈ അത്ഭുതമെല്ലാം ഞാനൊരു കുഞ്ഞു വീഡിയോ എടുത്ത് ഞാനത് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടി അത് ഞാൻ അട്ടപ്പാടിക്ക് അയച്ചു കൊടുക്കും. ഇവിടേക്ക് ഈ അട്ടപ്പാടിയിലുള്ള ഈ റൂഹ മൗണ്ടിലുള്ള ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അയച്ചു തരണം. അപ്പോൾ ആ ശുശ്രൂഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒരു സാക്ഷ്യമായിട്ട് രേഖപ്പെടും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുമെങ്കിൽ റൂഹാമോണ്ടിൽ തന്നെ ആദ്യവിളി വരുന്ന പോലെ തന്നെ ആദ്യവിളി വരാൻ പറ്റില്ലെങ്കിൽ റൂഹാമോണ്ടിൽ വന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് മണി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ നിങ്ങളുടെ വീട്ടു സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഇങ്ങോട്ട് റൂഹാമോണ്ടിലേക്ക് ഇവിടുത്തെ ഈ ഇതിലേക്ക് അയച്ചു തരിക. ഹല്ലേലൂയ. 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 ഇതിൻ്റെ ഫോൺ നമ്പർ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്താലും മതിയാവും. ഇതിൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ഉടനെ തന്നെ തരും. ഇപ്പോൾ വേണ്ട, നിങ്ങൾക്കത് നേരത്തെ തന്നെ നമ്മുടെ സാബു ബ്രദറൊക്കെ അറിയിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ലെങ്കിൽ അടുത്ത ആഴ്ച എല്ലാ ബുധനാഴ്ചകളിലും നിങ്ങൾ സാക്ഷ്യമെടുത്ത് അയച്ചു തരുന്നത് വാട്സപ്പ് അയക്കും. ആ സാക്ഷി ഞങ്ങൾ പരിശോധിക്കും, നിങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിക്കും. അതിന് ശേഷം എല്ലാം വെരിഫൈ ചെയ്തിട്ട് നമ്മളവിടെ ഇത് സംപ്രേഷണം ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നിങ്ങളത് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ നിങ്ങളുടെ ഒരു പ്രത്യേക സഹായം അച്ഛൻ അഭ്യർത്ഥിക്കുകയാണ്. അട്ടപ്പാടിയിൽ ഒരു വളരെ പ്രധാന ശുശ്രൂഷ നടക്കുന്നുണ്ട്. ജെല്ലിപ്പാറ എന്ന് പറഞ്ഞ ഇടവകയിൽ ഒരു ധ്യാനം നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ജെല്ലിപ്പാറ ഈ അട്ടപ്പാടിയിൽ അതിപ്രധാനമായൊരു ശുശ്രൂഷയാണ്. അത് ഏപ്രിൽ മാസം 13 തൊട്ട് 16 വരെ എന്ന് പറഞ്ഞാൽ ഓശാന കഴിഞ്ഞ് പിറ്റേ ദിവസം തുടങ്ങും. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസമേ ഉള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ ആ ഓശാനയിൽ തൊട്ടുള്ള 3 ദിവസം, പെസഹ വാഴ്ചയ്ക്ക് മുമ്പ് തീരും അത്. അപ്പോൾ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ അട്ടപ്പാടിയിൽ എവിടെയെങ്കിലും താമസിച്ചത് കൂടാം. അല്ലെങ്കിൽ നിങ്ങൾ അട്ടപ്പാടിയുള്ള നിങ്ങളെല്ലാ ബന്ധുക്കളെയും വിളിച്ച് അതിനകത്ത് പങ്കുചേരാൻ വേണ്ടി അറിയിക്കണം. അട്ടപ്പാടിയിൽ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നവരിത് മനസ്സിലാക്കി ഈ ഏപ്രിൽ 13 തൊട്ട് 16 വരെയുള്ള ദിവസങ്ങൾ ശുശ്രൂഷകരും എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അട്ടപ്പാടിയിലെ ജനങ്ങൾ മുഴുവൻ നോട്ട് ചെയ്യുക. നിങ്ങൾ ആ ദിവസങ്ങൾ വേറെ പ്രോഗ്രാമൊന്നും എടുക്കരുത്. ഓശാന ഞായറാഴ്ച തൊട്ട് പെസഹ വ്യാഴം വരെ, ബുധനാഴ്ച തീരും. അതിന് നിങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ ഒരു നിയോഗം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അട്ടപ്പാടി ജെല്ലിപ്പാറയിൽ നടക്കുന്നത് ഈ വർഷത്തെ അതിപ്രധാനമായൊരു ശുശ്രൂഷയാണ്. നമ്മൾ അധികം കൺവെൻഷനുകൾ ചെയ്യുന്നില്ല. മാസത്തിൽ ഒരു കൺവെൻഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. മധ്യവേനലിൽ ആ ഒരൊറ്റ കൺവെൻഷനും ചെയ്യുന്നുള്ളൂ. ഒന്ന് കൊച്ചിയിലും പിന്നെ ഒരെണ്ണം അട്ടപ്പാടിയിലും. അപ്പോൾ ഈ 2 കൺവെൻഷനുകളോട് ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസങ്ങളിലെ പ്രധാന കൺവെൻഷൻ 2 ഒരെണ്ണമാണ് ഇത്. പിന്നെ ഒരു കൺവെൻഷൻ കൊച്ചിയിലും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലേക്ക് വരാം. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അടുത്ത ആഴ്ച തൊട്ട് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ദൈവമേ, ജെല്ലിപ്പാറ കൺവെൻഷനെയും കൊച്ചി കൺവെൻഷനെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസം നാളത്തെ പരീക്ഷ ഒന്ന് പ്രത്യേകം ബ്ലസ് ചെയ്യുന്ന കർത്താവെ, നാളെ പരീക്ഷയ്ക്ക് പോകുന്നവരെല്ലാവരും പ്രത്യേകം ബ്ലസ് ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആദ്യ വെള്ളിയാഴ്ചത്തെ ഈ ഭാഗത്ത് പ്രത്യേക വിധം ഒരുക്കങ്ങളുള്ള ശുശ്രൂഷയാണ് ഈ വെള്ളിയാഴ്ച നടക്കാമെന്ന്. വേഴം കഴിഞ്ഞ് വെള്ളി നാളത്തെ കഴിഞ്ഞ് അതിനുവേണ്ടി ടീമെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രദേശത്ത് അതിൽ കാർഡൊക്കെ ഇട്ട് അതിന് നിങ്ങൾ മൊബിലൈസ് ചെയ്ത് നിങ്ങളുടെ പ്രദേശത്ത് വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് മുതിർന്നവരും അല്ലാത്തവരൊക്കെ അതിലേക്ക് വരുന്നത് നല്ലതാണ്. പ്രത്യേകം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ അപേക്ഷിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ ഇരടി ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ, നീ ഞങ്ങൾക്കായി നിൻ സുതനോട്. അമ്മേ മരിയേ, പ്രാർത്ഥിക്കണമേ, നീ ഞങ്ങൾക്കായി നിൻ സുതനോട്. നീ ഞങ്ങൾക്കായി നിൻ സുതനോട്. കരങ്ങൾ കൂപ്പി നമുക്കൊരു ബ്ലെസ്സിങ് സ്വീകരിക്കാം. ദൈവമേ, ഇന്നത്തെ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ
അങ്ങ് പേര് ചൊല്ലി വിളിച്ച എല്ലാ കുടുംബങ്ങളെയും, ഞങ്ങൾ ശുശ്രൂഷകരെയും എല്ലാവരെയും, അങ്ങയുടെ റൂഹ മൗണ്ടിൻ്റെ നിയോഗങ്ങളെയും, ജെല്ലിപ്പാറ കൺവെൻഷനെയും, ആദ്യവള്ളി ശുശ്രൂഷകളെയും, അതുപോലെ അടുത്ത ശനിയാഴ്ച പോട്ട കൺവെൻഷന് വരുന്നുണ്ട്. പോട്ട കൺവെൻഷൻ അത് പ്രധാനപ്പെട്ട ഒരു വലിയൊരു ശുശ്രൂഷയാണ് കേരളത്തിലെ. അടുത്ത ശനിയാഴ്ച ഞാനും അവിടെ പങ്കുചേരുന്നുണ്ട്. പോട്ട കൺവെൻഷൻ അങ്ങ് അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. 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 പ്രൈസ് ദ ലോർഡ്. Praise the Lord.